തയ്യാറായ സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അടിയങ്ങൾക്ക് നിന്റെ പാദം തേപ്പാൻ ദൈവമേ നീ അവിടുന്ന് സമയം ഒരുക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. നല്ല വചനങ്ങൾ പഠിപ്പാനും കർത്താവെ അത് ഞങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് നല്ല നിലത്ത് നൂറുമേനി ഫലം വിളയുവാനും ദൈവമേ നീ അവിടുന്ന് സഹായിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന ഏവരെ സഹായിക്കണേ, ദൈവകൃപയാൽ നിറയ്ക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ എല്ലാം യേശുവിനാമത്തെ അപേക്ഷിക്കുന്ന കൃപയുടെ കേൾക്കണേ പ്രിയുതാവേ. ആമേൻ. ആമേൻ. സ്തോത്രം. കർത്താവിന്റെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ വിശുദ്ധന്മാർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഒരു പ്രാവശ്യം കൂടി അറിയിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൽ നിന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കൊരിന്ത്യ സഭയിലെ വിവിധ പ്രശ്നങ്ങൾ സംബന്ധിച്ച് പൗലോസ് എഫെസോസിൽ പാർക്കുമ്പോൾ കൊരിന്തിൽ നിന്ന് ചിലർ പൗലോസിന്റെ അടുക്കൽ വന്ന് ആ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചിരുന്നു. സഭയിൽ ഭിന്നപക്ഷങ്ങൾ, സഭയിൽ ദുർനടപ്പുകാരനായ ഒരു വ്യക്തി, സഹോദരങ്ങൾക്കിടയിൽ വ്യവഹാരങ്ങൾ, ദുർനടപ്പ്, ഇങ്ങനെയുള്ള വിഷയങ്ങൾ സംബന്ധിച്ച് 1-ാം അധ്യായം 10 മുതൽ 6-ാം അധ്യായത്തിന്റെ 20 വരെയുള്ള വചനഭാഗത്തിൽ, അല്ലെങ്കിൽ 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ പൗലോസ് അവർക്ക് ശാസനകൾ നൽകി ആ ഉത്തരം നൽകുന്നതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ 7-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 7-ാം അധ്യായം ഈ ലേഖനത്തിന്റെ 7 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ കൊരിന്തിൽ നിന്ന് ചില സഹോദരന്മാർ മുഖാന്തരം എഴുതി അയച്ച സംഗതികളെ കുറിച്ച് പൗലോസ് അവർക്ക് മറുപടി നൽകുന്നതാണ് കാണുന്നത്. അതൊരു പക്ഷേ 16-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ കാണുന്ന സൊസ്തനേസും 17-ാം വാക്യത്തിൽ കാണുന്ന സൊസ്തനേസും ഫൊർത്തുനാത്തോസും അക്കായ്ക്കോസും ആയിരിക്കാം. അങ്ങനെ 3 പേർ തന്നെ കാണുവാൻ വന്ന വിവരം പൗലോസ് അവിടെ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ആ സഹോദരന്മാർ മുഖാന്തരം പൗലോസിന്റെ അഭിപ്രായം അറിയുവാൻ സഹോദരന്മാർ എഴുതി അയച്ച ചില വിഷയങ്ങൾ, ആ വിഷയങ്ങൾക്ക് താൻ നൽകുന്ന മറുപടിയാണ് 7 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ കാണുന്നത്. പ്രത്യേകിച്ച് 7 മുതൽ 16-ന്റെ 14-ാം വാക്യം വരെയുള്ള ഭാഗങ്ങളിൽ കാണുന്നത്. അവർ അദ്ദേഹത്തിന് എഴുതിയ ചോദ്യങ്ങൾ ഇവയായിരുന്നു. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. വിശുദ്ധന്മാർക്ക് വിവാഹം കഴിക്കുവാൻ അനുവാദമുണ്ടോ? ഏഴാം അധ്യായത്തിന്റെ 1 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ അത് സംബന്ധിച്ച് പൗലോസ് അവർക്ക് കൽപ്പനകൾ നൽകുന്നതാണ് കാണുന്നത്. രണ്ടാമത് 8 മുതൽ 8, 9, 10 അധ്യായങ്ങളിൽ വിഗ്രഹാർപ്പിതമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് പാപമാണോ എന്ന സംശയം. കാരണം കൊരിന്തിൽ ജാതികളുടെ ക്ഷേത്രങ്ങളിൽ അർപ്പിച്ച വിഗ്രഹാർപ്പിതമായ മാംസം വളരെ സുലഭമായി ലഭിച്ചിരുന്നു. അത് മാർക്കറ്റിൽ കിട്ടുന്ന വില കുറഞ്ഞ മാംസമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള മാംസം ഭക്ഷിക്കുന്നത് പാപമാണോ? റോമാലേഖനത്തിലും പൗലോസ് അങ്ങനെയുള്ള വിഷയം അഭിസംബോധന ചെയ്തിട്ടുണ്ട്. മൂന്നാമത് മരിച്ചവരുടെ പുനരുദ്ധാനം സംബന്ധിച്ച് അതിനു മുമ്പ് തന്നെ 11-ാം അധ്യായത്തിൽ സ്ത്രീകൾ തലമറയ്ക്കാതെ പ്രാർത്ഥിക്കുകയും പ്രവചിക്കുകയും ചെയ്യുന്ന വിഷയം, അങ്ങനെയുള്ള നടപടി സംബന്ധിച്ച് അദ്ദേഹം അവർക്ക്
വേണ്ട ശാസനകൾ നൽകുന്നതാണ് 11-ാം അധ്യായത്തിൽ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. 12, 13, 14 അധ്യായങ്ങളിൽ 12, 13, 14 അധ്യായങ്ങളിൽ ആത്മീക വരങ്ങൾ സംബന്ധിച്ച് അവർക്ക് വേണ്ട പ്രബോധനം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ 11-ാം അധ്യായത്തിൽ കർത്താവിന്റെ അത്താഴം സംബന്ധിച്ച് അവർക്ക് വേണ്ട കൽപ്പനകൾ പൗലോസ് നൽകുന്നുണ്ട്. 12, 13, 14 അധ്യായങ്ങളിൽ ആത്മീക വരങ്ങൾ സംബന്ധിച്ച്, 15-ാം അധ്യായത്തിൽ മരിച്ചവരുടെ പുനരുത്ഥാനം സംബന്ധിച്ച് അവർക്ക് വേണ്ട ആലോചനകൾ നൽകുന്നുണ്ട്. 16-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യങ്ങളിൽ വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരം, യെരുശലേമിലെ സഭയ്ക്ക് വേണ്ടി, യെരുശലേമിലെ സഭ ആ കാലഘട്ടത്തിൽ ഒരു വലിയ ദാരിദ്ര്യത്തിലൂടെ, കഷ്ടതയിലൂടെ കടന്നു പോകുന്ന സമയമായിരുന്നു. അപ്പോൾ മറ്റ് പ്രദേശങ്ങളിലുള്ള വിശുദ്ധന്മാർ യെരുശലേമിലെ വിശുദ്ധന്മാർക്ക് വേണ്ടി ധർമ്മശേഖരം നടത്തിയിരുന്നു. അത് സംബന്ധിച്ച് അവർക്ക് വേണ്ട ആലോചനകൾ നൽകുന്നതാണ് 16-ാം അധ്യായത്തിൽ പ്രാരംഭ ഭാഗങ്ങളിൽ കാണുന്നത്. ഒടുവിലായിട്ട് ഉപസംഹാരം, നിർദ്ദേശങ്ങൾ, ആശീർവാദം, ഇങ്ങനെ ഈ 1-ാമത്തെ ലേഖനം അവസാനിക്കുകയാണ്. അപ്പോൾ ഒന്നാമത് വിവാഹവും അവിവാഹിതാവസ്ഥയും സംബന്ധിച്ച് മാരേജ് ആൻഡ് സെലിബസി ആ വിഷയമാണ് അദ്ദേഹം അഡ്രസ് ചെയ്യുന്നത്. 7-ന്റെ 1 മുതൽ 40 വരെ, അല്ലെങ്കിൽ 7-ാം അധ്യായത്തിൽ ആ വിഷയം അഡ്രസ് ചെയ്യുകയാണ്. കൊരിന്ത്യ വിശ്വാസികൾക്ക് വിവാഹം സംബന്ധിച്ചുണ്ടായിരുന്ന സംശയങ്ങൾക്ക്, നിശ്ചിത ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയിരിക്കുന്ന വിവരങ്ങളാണ് നാം ഇവിടെ കാണുന്നതെന്ന കാര്യം മറക്കരുത്. ഒരു അധ്യായത്തിൽ പൂർണ്ണമായിട്ടും വിവാഹ തത്വശാസ്ത്രം വിശദീകരിക്കുന്നില്ല. വിവാഹത്തെക്കുറിച്ച് തിരുവെഴുത്തിൽ കർത്താവും അപ്പോസ്തലന്മാരും നമ്മളോട് അറിയിക്കുന്ന കൽപ്പനകൾ അറിയുവാൻ വിശുദ്ധ തിരുവെഴുത്തുകളിൽ മറ്റ് വചനഭാഗങ്ങൾ കൂടെ നമ്മൾ പരിശോധിച്ച് വേണം ഉറപ്പിക്കേണ്ടത്. അപ്പോൾ ഇവിടെ കൊരിന്ത്യ സഭ അഭിമുഖീകരിക്കുന്ന ചില വിഷയങ്ങളെ അദ്ദേഹം അഡ്രസ് ചെയ്യുകയാണ്. അപ്പോൾ തന്നെ ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത്, ഈ അധ്യായത്തിൽ നാം കാണുന്ന ഒരു പ്രത്യേക പ്രയോഗം 7-ന്റെ 10-ാം വാക്യത്തിൽ നാം കാണുന്നു, വിവാഹം കഴിഞ്ഞവരോടോ ഞാനല്ല കർത്താവ് തന്നെ കൽപ്പിക്കുന്നത്. അതുപോലെ തന്നെ 12-ാം വാക്യത്തിൽ കർത്താവല്ല ഞാൻ തന്നെ പറയുന്നത്. 25-ാം വാക്യത്തിലും കർത്താവിന്റെ കൽപ്പനയില്ല എങ്കിലും വിശ്വസ്തനാകുവാൻ തക്കവണ്ണം കർത്താവിന്റെ കരുണ ലഭിച്ചവനായി ഞാൻ അഭിപ്രായം പറയുന്നു. അപ്പോൾ ചില വിഷയങ്ങൾ സംബന്ധിച്ച് പൗലോസ് പറയുന്നു, ഞാനല്ല കർത്താവ് തന്നെ കൽപ്പിക്കുന്നത്. എന്നാൽ ചില വിഷയങ്ങൾ പറയുമ്പോൾ അദ്ദേഹം പറയുകയാണ്, കർത്താവല്ല ഞാൻ തന്നെ പറയുന്നു. കർത്താവ് കൽപ്പിച്ചിട്ടില്ല എങ്കിലും വിശ്വസ്തനാകുവാൻ തക്കവണ്ണം കർത്താവിന്റെ കരുണ ലഭിച്ചവനായി ഞാൻ പറയുന്നു, ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു. ഇവിടെ എന്താണ് ഞാനല്ല കർത്താവ് തന്നെ കൽപ്പിക്കുന്നതെന്നും കർത്താവല്ല ഞാൻ തന്നെ പറയുന്നതെന്നും പറഞ്ഞിരിക്കുന്നത്? വളരെ ആളുകൾക്ക് സംശയങ്ങൾ ഉളവാക്കുന്ന നിലയിൽ പലരും വ്യാഖ്യാനങ്ങൾ ചെയ്ത് തെറ്റിച്ചു കളയുന്ന ചില വചനഭാഗങ്ങളാണിത്. നമ്മുടെ കർത്താവ് ഭൂമിയിൽ വെച്ച് അരുളി ചെയ്തിട്ടുള്ളത്, വിവാഹം സംബന്ധിച്ച് അരുളി ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 31, 32 വാക്യങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്തോളൂ. മത്തായി 5-ന്റെ പിന്നീട് വായിക്കാതെ, മത്തായി 5-ന്റെ 31, 32, മാത്യു 5:31, 32, മാത്യു 5:19 chapter 1-12 verses, മാത്യു 19:1-12, മത്തായി 19-ന്റെ 1 മുതൽ 12 വരെ, മർക്കോസ് 10-ന്റെ 1 മുതൽ 12 വരെ, മാർക്ക് 10:1-12, ലൂക്കോസ് 16-18, ലൂക്ക് 16:18,
കർത്താവ് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ അത് വ്യത്യസ്തമായിട്ട് പൗലോസ് മുഖാന്തരം അരുളി ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ ഇത് രണ്ടും തമ്മിൽ അദ്ദേഹം വ്യത്യാസപ്പെടുത്തി പറയുന്നതാണ്. നമ്മുടെ ഇതെന്താണ് കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ ഐഹിക ശുശ്രൂഷ ചെയ്തിരുന്നത് പലസ്തീൻ നാട്ടിൽ, പ്രധാനമായും ഇസ്രായേൽ ജനത്തിന്റെ അടുക്കലായിരുന്നു. ഇസ്രായേൽ ജാതിയെ സംബന്ധിച്ചിടത്തോളം അവർ കുടുംബ ജീവിതത്തെ വളരെ പ്രാധാന്യത്തോടെ വീക്ഷിക്കുന്നവരായിരുന്നത് കൊണ്ട് അവരുടെ ഇടയിൽ സെലിബസി അഥവാ അവിവാഹിതാവസ്ഥ ആരും പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. ജാതികളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു പുരോഹിതന്മാർ, പ്രീസ്ലി സെലിബസി. പുരോഹിതന്മാർ അവിവാഹിതരായി കഴിയുക റോമാക്കാരുടെ ഇടയിലും കൊരിന്തിലെയും മറ്റും ജാതികളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു. അതുപോലെ തന്നെ ദേവദാസിമാരായി ക്ഷേത്രപൂജകൾ ചെയ്യുന്നതും, അതുപോലെ തന്നെ ഞാൻ മുൻപ് വിശദീകരിച്ചതാണ്, അങ്ങനെയുള്ള സ്ത്രീകൾ, വിവാഹം കഴിക്കാത്ത സ്ത്രീകൾ, ഇത് ജാതികളുടെ ഇടയിൽ ഒരു സമ്പ്രദായമായിരുന്നു. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സമ്പ്രദായം നിലനിന്നിരുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം കുടുംബജീവിതം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗമായിരുന്നു. ഭക്തിയോടെ ജീവിക്കുന്നവർ വിവാഹം കഴിക്കാമോ എന്നൊരു ചോദ്യം യഹൂദനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ചോദ്യം ഉദിക്കുന്നില്ല. ഇതിൽ കൊരിന്തിലെ വിശ്വാസികളിൽ അധികവും ജാതികളിൽ നിന്നും, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞതാണ്, അവിടെ ആഫ്രോഡൈറ്റിന്റെ ക്ഷേത്രം, അപ്പോളോയുടെ ക്ഷേത്രവും ഒക്കെ ഉണ്ട്. അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ജാതീയമായ അനാചാരങ്ങൾ അത് ശീലമാക്കിയവരായിരുന്നു. മുൻപിലത്തെ നടപ്പ് സംബന്ധിച്ച് അത് അവരുടെ ശീലമായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ കടന്നു പോകുന്നത് ജാതികളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ അദ്ദേഹം അവരുടെ ഇടയിൽ സുവിശേഷം അറിയിക്കുമ്പോൾ പലസ്തീൻ നാട്ടിലുണ്ടായിരുന്ന യഹൂദന്മാരിൽ നിന്നും വ്യത്യസ്തമായ പാരമ്പര്യങ്ങളും സംസ്കാരവും മതാചാരങ്ങളും പിന്തുടരുന്നവരായിരുന്നു കൊരിന്തിലും മറ്റ് അഥേനയിലോ ഫിലിപ്പിയിലോ തെസ്സലോനിക്കയിലോ ബെറോവയിലോ ഇങ്ങനെ മക്കദോനിയ, അക്കായ പ്രദേശങ്ങളിലൊക്കെ യഹൂദ മതാചാരങ്ങളിൽ നിന്നും വ്യത്യസ്തമായ സംസ്കാരം, പാരമ്പര്യങ്ങൾ പിന്തുടരുന്നവരായിരുന്നു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇവർ വിശ്വാസത്തിൽ വന്ന ശേഷവും അവരുടെ പാരമ്പര്യങ്ങളുടെ ഒരു സ്വാധീനം അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. നമുക്കുമുണ്ട് പാരമ്പര്യങ്ങളുടെ സ്വാധീനം. ക്രിസ്തുയേശു എന്ന ഒരു മധ്യസ്ഥനല്ലാതെ വേറെ ഒരു മധ്യസ്ഥനും ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളിപ്പോഴും ചില മധ്യസ്ഥന്മാരുടെ അടുക്ക പോകും പ്രാർത്ഥിക്കാൻ. കാരണം നമുക്ക് പണ്ട് പട്ടത്തെ സഭകളിൽ നിന്നപ്പോൾ ഉണ്ടായിരുന്ന ആ പാരമ്പര്യമാണ്. നിങ്ങൾ മക്കളാണ്, അവകാശികളാണ്. ഏത് നേരത്തും ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാൻ ധൈര്യത്തോടെ കൃപാസനത്തോട് അടുത്തു വരിക. അതിന് സാവകാശം ഉണ്ടായിരുന്നിട്ട് പോലും നമുക്കിപ്പോഴും മധ്യസ്ഥന്മാരെ വേണം. നമ്മൾ കത്തോലിക്കരെയൊക്കെ പരിഹസിക്കും, അവർക്ക് മധ്യസ്ഥന്മാരുണ്ട്. അവര് മധ്യസ്ഥന്മാരെന്ന് പറയുന്നത് മരിച്ചുപോയ ചില വ്യക്തികളെയാണ്. അവരൊക്കെ ചിലരെയൊക്കെ പിന്നിൽക്കാലത്ത് വാഴ്ത്തി വിശുദ്ധന്മാരെന്നൊക്കെ ലേബലൊക്കെ കൊടുത്തു. അവരിൽ ചിലരൊക്കെ യഥാർത്ഥമായിട്ടും ത്യാഗമയമായ ജീവിതം നയിച്ചവരും ഒക്കെ ആയിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ മധ്യസ്ഥരായി കാണുന്ന പലരും
ആർഭാട ജീവിതം നയിക്കുന്ന, സ്വാർത്ഥ ജീവിതം നയിക്കുന്ന പലരുടെയും മധ്യസ്ഥതയ്ക്ക് പോവുകയാണ്. എന്നാൽ ഒരു മധ്യസ്ഥന്റെ ആവശ്യമില്ല. ഒരു മധ്യസ്ഥന്റെ ആവശ്യമില്ല. ഇബ്രാഹിം ലേഖനത്തിൽ എന്താണ് പറയുന്നത്? 4-ാം അധ്യായത്തിൽ 16-ാം വാക്യം, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. കൃപാസനത്തോട് അടുത്ത് ചെല്ലുവാൻ നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുമ്പോൾ ഇപ്പോഴും മധ്യസ്ഥന്മാരെ അന്വേഷിക്കുകയാണ്. തിമോഥെയോസിന്റെ 1-ാം ലേഖനം, തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ പറയുന്നു, ദൈവം ഒരുവനല്ല, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. അപ്പോൾ നമുക്ക് ക്രിസ്തുയേശു എന്ന ഏക മധ്യസ്ഥനേ ഉള്ളൂ. ബാക്കി ആ മധ്യസ്ഥന്റെ അടുക്കലേക്ക്, ആ മഹാപുരോഹിതന്റെ അടുക്കലേക്ക് ഏത് നേരത്തും നമുക്ക് ധൈര്യത്തോടെ കടന്നു ചെല്ലാം. പക്ഷെ നമ്മുടെ പാരമ്പര്യങ്ങളുടെ സ്വാധീനം, അതുപോലെ തന്നെ കൊരിന്ത്യ സഭയിൽ ജാതീയമായ പാരമ്പര്യങ്ങളുടെ സ്വാധീനം ഉണ്ടായിരുന്നു. അത് നിമിത്തം ആ പാരമ്പര്യങ്ങളുടെ ദൂഷിത വലയത്തിൽ നിന്നും അവർ സ്വതന്ത്രരായിരുന്ന ഇല്ല എന്നത് നിമിത്തം പൗലോസ് ഇങ്ങനെയുള്ള ചില വിഷയങ്ങൾ അഭിസംബോധന ചെയ്യേണ്ടി വരികയാണ്. ഈ വിഷയം ഞാൻ പറഞ്ഞല്ലോ, യഹൂദന്മാർക്ക് അവിവാഹിതാവസ്ഥ എന്ന് പറയുന്നത് ഒരു 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 ലജ്ജാകരമായ അവസ്ഥയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അത് ആത്മീയതയുടെ ഒരു അടയാളമായിരുന്നില്ല, മറിച്ച് അത് ദുർനടപ്പല്ല, ഒരു ലക്ഷ്യബോധമില്ലാത്ത ജീവിതത്തിന്റെ ഒരു അടയാളമായിരുന്നു. അതുകൊണ്ട് യേശു കർത്താവ് തന്റെ ഐഹിക ശുശ്രൂഷയിൽ ഇതുപോലെ ഒരു സാഹചര്യം അഭിസംബോധന ചെയ്തിട്ടില്ല. അതുകൊണ്ട് കർത്താവ് നേരിട്ട് കൽപ്പന നൽകിയിട്ടില്ല. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, 10-ാം വാക്യത്തിൽ പറയുന്നത്, വിവാഹം കഴിഞ്ഞവരോടോ ഞാനല്ല, കർത്താവ് കൽപ്പിക്കുന്നത്. അത് കർത്താവ് നേരിട്ട് കൽപ്പിക്കുന്നത്. എന്നാൽ 12-ാം വാക്യത്തിൽ പറയുന്നത്, കർത്താവല്ല ഞാൻ തന്നെ പറയുന്നത്. അത് വിവാഹം കഴിക്കാത്തവരോട്. കർത്താവല്ല ഞാൻ തന്നെ പറയുന്നത്. ഇത് ചിലര് പറയും പൗലോസ് മാനുഷികമായ ആലോചനകൾ പറയുന്നതാണ്. ആ നിലയിൽ ഞാനും ചിന്തിച്ചിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ. എന്നാൽ ദൈവവചനം നാം പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസീയമാണ്. 2 തിമോത്തി 3:16. അതുകൊണ്ട് പൗലോസ് നൽകുന്ന ഈ ആലോചന അത് ദൈവവിശ്വാസീയമായ തിരുവെഴുത്താണ്. ക്രിസ്തീയ വിവാഹ ജീവിതത്തെ സംബന്ധിച്ചുള്ള ദൈവഹിതമാണ് ഈ അധ്യായത്തിൽ വിശദീകരിക്കുന്നത്. 3 വ്യത്യസ്ത അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുന്ന വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പൗലോസ് ഇത് വിശദമാക്കുകയാണ്. നമ്പർ 1, ക്രിസ്ത്യാനികളെ വിവാഹം ചെയ്ത ക്രിസ്ത്യാനികൾ. 7-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്ത്യൻസ് ഹു മാരീഡ് ക്രിസ്ത്യൻസ്. ഓക്കെ, 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ എഴുതി അയച്ച സംഗതികളെ കുറിച്ച് എന്റെ അഭിപ്രായം എന്തെന്നാൽ സ്ത്രീയെ തൊടാതിരിക്കുന്നത് മനുഷ്യന് നല്ലത് എന്ന് പറഞ്ഞ് അദ്ദേഹം ആരംഭിക്കുന്നു. നിങ്ങൾ എഴുതി അയച്ച സംഗതികളെ കുറിച്ച്, ഞാൻ പറഞ്ഞില്ലേ മുൻപ്, ക്ലോവയുടെ ആൾക്കാർ മുഖാന്തരം അറിയിച്ച വിഷയങ്ങളെ അഭിസംബോധന ചെയ്തുവെങ്കിൽ ഇപ്പോൾ സ്തെഫാനോസും ഫോർത്തുനാത്തോസും അക്കായ്ക്കോസും ആകാം അവർ മുഖാന്തരം കൊണ്ടുവന്ന ചില സംശയങ്ങൾക്ക് മറുപടി നൽകുകയാണ്. കൊരിന്ത്യ സഭയിൽ ഒരു ഭാഗം വിശ്വാസികൾക്ക് ജാതികളിൽ ഉള്ളതുപോലെ ഒരു ചിന്ത, സെലിബസി അഥവാ അവിവാഹിതാവസ്ഥ ഒരു വിധത്തിലുള്ള ഉയർന്ന ആത്മീയ അവസ്ഥയാകുന്നു എന്ന ഒരു ചിന്ത. അപ്പോൾ തന്നെ ചിലർക്ക് അതിനോട് യോജിപ്പില്ല. അതുകൊണ്ട് പൗലോസിനോട് ആ വിഷയം ചോദിക്കുക, എഴുതി അയക്കുകയാണ് സംശയം. അപ്പോൾ അദ്ദേഹം ദൈവഹിതം അവരെ അറിയിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, സ്ത്രീയെ തൊടാതിരിക്കുന്നത് മനുഷ്യന് നല്ലത്. കൊരിന്തിലുള്ള വിശ്വാസികൾക്കിടയിൽ ഉയർന്നു വന്ന ഒരു ചിന്തയായിരുന്നു, സ്ത്രീയുമായി ശാരീരിക ബന്ധം കൂടാതെ ജീവിക്കുവാൻ ദൈവം കൃപാവരം നൽകിയിരിക്കുന്നുവെങ്കിൽ, അവിടെ പറയുന്ന അദ്ദേഹം പറയുന്നുണ്ട്, കൃപാവരം നൽകിയിരിക്കുന്നുവെങ്കിൽ, താഴോട്ട് വരുമ്പോൾ പറയുന്നുണ്ട്, എങ്കിൽ അങ്ങനെ തന്നെ ജീവിക്കുന്നത് നല്ലതാണ്.
എന്നാൽ അടുത്ത വാക്യത്തിൽ കൃപാവരം നൽകി തന്നിരിക്കുന്നുവെങ്കിൽ, ഇത് പുരുഷന്മാരെ കുറിച്ച് മാത്രമല്ല, തുടർന്നുള്ള വചനഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും സ്ത്രീകളെ സംബന്ധിച്ചും ദൈവം കൃപാവരം നൽകിയിരിക്കുന്നുവെങ്കിൽ അവരും അങ്ങനെ തന്നെ ജീവിക്കുന്നത് നല്ലതാണെന്ന് പൗലോസ് വ്യക്തമാക്കുന്നു. അങ്ങനെ പറയുവാൻ കാരണം ഒരുപക്ഷെ 26-ാം വാക്യത്തിൽ പറയുന്നു, കഷ്ടത നിമിത്തം കഷ്ടതകൾ ഉണ്ടാകുവാനിടയുണ്ട്. 28-ാം വാക്യത്തിലും പറയുന്നുണ്ട് കഷ്ടതകൾ. അപ്പോൾ വിവാഹ ബന്ധങ്ങൾക്ക് പിന്നാലെ കുടുംബജീവിതത്തിൽ കഷ്ടതകൾ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. അവിടേക്ക് നമ്മൾ പിന്നീട് വരാം. അപ്പോൾ കൃപാവരം നൽകിയിരിക്കുന്നവർ അവിവാഹിതരായിരിക്കുന്നത് കൊണ്ട് തെറ്റില്ല. ഇതായിരുന്നു പൗലോസ് അവരോട് പഠിപ്പിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം, മാത്യു 19:10-12, 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഒരാൾ വായിച്ചാണ്. ശിഷ്യന്മാർ അവനോട്, സ്ത്രീയെ സംബന്ധിച്ച് മനുഷ്യന്റെ അവസ്ഥ ഇങ്ങനെയെങ്കിൽ വിവാഹം കഴിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. അവൻ അവരോട്, വരം ലഭിച്ചവരല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ഷണ്ഡന്മാരായി ജനിച്ചവർ ഉണ്ട്, മനുഷ്യർ ഷണ്ഡന്മാരാക്കിയ ഷണ്ഡന്മാരുമുണ്ട്. സ്വർഗരാജ്യ നിമിത്തം നിങ്ങളെ തന്നെ ഷണ്ഡന്മാരാക്കിയ ഷണ്ഡന്മാരുമുണ്ട്. ഗ്രഹിപ്പാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. അവിടെ പറയുകയാണ്, അവിടെ ചില പദങ്ങൾ മാത്രം ഒന്ന് എംഫസൈസ് ചെയ്യുക. 12-ാം വാക്യത്തിൽ അവൻ അവരോട്, അതായത് കർത്താവ് യേശുക്രിസ്തു അവരോട് പറയുകയാണ്, വരം ലഭിച്ചവരല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. വരം ലഭിച്ചവർ. 7-ാം അധ്യായത്തിൽ, ഇവിടെ കൊരിന്ത്യർ ലേഖനത്തിൽ 7-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, സകല മനുഷ്യരും എന്നെ പോലെ ആയിരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു, എങ്കിലും ഒരുവൻ ഇങ്ങനെയും ഒരുവൻ അങ്ങനെയും താൻ താന്റെ കൃപാവരം ദൈവം നൽകിയിരിക്കുന്നു. അപ്പം ദൈവം കൃപാവരം നൽകിയിരിക്കുന്നവർ എന്ന് പൗലോസ് ഇവിടെ പറയുന്നതും വരം ലഭിച്ചവർ എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നതും ഒന്ന് തന്നെയാണ്, ഒരേ ആശയം തന്നെയാണ്. കർത്താവ് അവിടെ പറയുന്നു, ആ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് തന്നെ ഷണ്ഡന്മാരായി ജനിച്ചവരുണ്ട്. ഷണ്ഡന്മാരായി ജനിച്ചവർ, ജന്മനാ തന്നെ ഷണ്ഡന്മാരായിരിക്കുന്നവർ. പിന്നെ മനുഷ്യർ ഷണ്ഡന്മാരാക്കിയ ഷണ്ഡന്മാർ, അതായത് പുരാതന കാലത്ത് നമുക്കറിയാം രാജധാനികളിലും മറ്റും ഷണ്ഡന്മാരുണ്ടായിരുന്നു. അവര് രാജധാനികളിൽ അവര് കുലീന സ്ത്രീകളെ അവർ ഉപദ്രവിക്കാതിരിക്കേണ്ടതിന് ഷണ്ഡന്മാരാക്കുന്ന, കാസ്ട്രേറ്റ് ചെയ്യുന്നതായിരുന്നു. അങ്ങനെയുള്ള ഷണ്ഡന്മാര് രാജധാനികൾ, നമുക്കറിയാം ദാനിയേലിനെ മറ്റും പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അവിടെ ഷണ്ഡന്മാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ദാനിയേൽ തന്നെയും പിൽക്കാലത്തെ അങ്ങനെ കാസ്ട്രേറ്റ് ചെയ്ത് ഷണ്ഡനാക്കിയിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ദാനിയേലിന് ഒരു കുടുംബമൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പൊ മനുഷ്യർ ഷണ്ഡന്മാരാക്കിയ ഷണ്ഡന്മാരുണ്ട്. പിന്നെ സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ഡന്മാരാക്കിയ ഷണ്ഡന്മാരുണ്ട്. സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ഡന്മാരാക്കിയവർ, അതായത് അവർക്ക് ഇന്ദ്രിയജയം എന്ന് പറയുന്ന കൃപാവരം ലഭിച്ചിരിക്കുന്നവരാണ്, കൃപാവരം ലഭിച്ചവരാണ്. സ്വർഗരാജ്യ നിമിത്തം ഷണ്ഡന്മാരാക്കിയവർ. കൃപാവരങ്ങളിൽ ഒന്നാണ് ഇന്ദ്രിയജയം എന്ന് പറയുന്നത്. ആത്മാവിന്റെ ഫലം സംബന്ധിച്ച് പറയുമ്പോൾ ഇന്ദ്രിയജയം എന്ന ഒരു ഫലമുണ്ട്. നോക്കി, ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ആദിയിൽ സൃഷ്ടിപ്പിന്റെ അവസരത്തിൽ കർത്താവ് സകല സൃഷ്ടിയെ നോക്കിയിട്ട് നന്ന് നന്ന് എന്ന് പറഞ്ഞു. എന്നാൽ ഒരു കാര്യത്തിൽ നന്നല്ല എന്ന് പറഞ്ഞു. എന്തായിരുന്നു? മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് കർത്താവ് ദൈവം അവന് തക്കതായ ഒരു തുണയെ ഉണ്ടാക്കി കൊടുക്കും എന്ന് അരുളി ചെയ്തു. അപ്പം ദൈവം കണ്ട ഒരു ചിന്തയാണത്. ഏകനായിരിക്കുന്നത് നന്നല്ല, അതുകൊണ്ട് തക്കതായ ഒരു തുണയോടുകൂടെ അവൻ വസിക്കട്ടെ. അത് ദൈവത്തിന് പ്രസാദമായ കാര്യമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നമുക്കത് വ്യക്തമാകുന്നു. ദൈവത്തിന് പ്രസാദമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ജാതികളുടെ ഇടയിൽ ഉണ്ടായിരുന്നത് പോലെ വിവാഹം കൂടാതെ വസിക്കുന്നത് വലിയൊരു ആത്മീയതയുടെ അടയാളമെന്ന് ദൈവവചനം വിവക്ഷിക്കുന്നില്ല. മറിച്ച് വിവാഹ ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിരവധി വചനങ്ങൾ നമ്മുടെ കർത്താവ് തന്നെയും അപ്പോസ്തലന്മാരും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വാക്യങ്ങൾ നോട്ട് ചെയ്തോളുക. ഇപ്പൊ അതെല്ലാം വായിപ്പിക്കുന്നില്ല, കാരണം ഇന്ന് ഒരു ചാപ്റ്റർ ഇന്ന് തീർക്കണം.
മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 19-ന്റെ 4 മുതൽ 6 വരെ. എഫേസ്യർ 5-ാം അധ്യായം 22 മുതൽ 33 വരെ. എഫേഷ്യൻസ് 5:22-33. എഫേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സസ് 22-33. കൊളോഷ്യൻസ് 3:18 and 19. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 18-19 വാക്യങ്ങൾ. 1 തിമത്തി 3:2. ഫസ്റ്റ് തിമത്തി 3:2. ഫസ്റ്റ് തിമത്തി 3:2. ഓൾസോ 12th വേഴ്സ്. ഫസ്റ്റ് തിമത്തി 3:2, 12. ഫസ്റ്റ് തിമത്തി 5:14. ഫസ്റ്റ് തിമത്തി 5:14. എബ്രായർ 13:4. എബ്രായർക്ക് എഴുതിയ ലേഖനം 13:4. അപ്പോൾ ഇവിടെയൊക്കെയും വിവാഹ ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് ദൈവവചനത്തിൽ കാണുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നുണ്ട്, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെ അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരുമെന്നും അരുളി ചെയ്തു. അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ, ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. കർത്താവ് പറയുന്നതാണ്. ശുശ്രൂഷകന്മാരെ സംബന്ധിച്ച് തിമോഥെയോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നതാണ്, അധ്യക്ഷൻ നിരപവാദ്യനായി ഏകഭാര്യയുടെ ഭർത്താവായിരിക്കണം. ലേഖനത്തിൽ പറയുന്നു, വിവാഹം ഏവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമാവുന്നു. അതേ ചിന്ത തന്നെയാണ് ഇവിടെ കൊരിന്ത്യ ലേഖനത്തിലേക്ക് മടങ്ങി വരാൻ 2-ാം വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, ദുർനടപ്പ് നിമിത്തം ഓരോരുത്തന് സ്വന്തം ഭാര്യയും ഓരോരുത്തിക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. ആറാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചതാണ്, ദുർനടപ്പ് വിട്ട് ഓടുവീൻ. മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു. ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. അതുകൊണ്ട് ദുർനടപ്പ് ഉണ്ടാകാതിരിപ്പാൻ, ഞാൻ പറഞ്ഞല്ലോ, പഴയ നിയമത്തിൽ കൊല ചെയ്യരുതെന്ന് പറയുന്നത് ഒരുത്തനെ കുത്തി അവൻ അല്ലെ വെട്ടി അവൻ ചത്തില്ലെങ്കിൽ കൊലപാതകമല്ല. പുതിയ നിയമത്തിൽ ഒരുത്തനോട് പക തോന്നുമ്പോൾ തന്നെ കൊലപാതകം ചെയ്തതായിട്ടാണ് അക്കൗണ്ട് ചെയ്യപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഹൃദയ തലത്തിൽ ഹൃദയങ്ങളെ നോക്കുന്ന ദൈവം പാപം കാണാതിരിക്കേണ്ടതിന് ദുർനടപ്പ് ഹൃദയതലത്തിൽ പോലും ഉണ്ടാകാതിരിക്കേണ്ടതിന് അതിനാ പറയുന്നത്, ഓടുവിൻ, വിട്ടോടുവിൻ, വിട്ടോടുവിൻ. ദുർനടപ്പുണ്ടാകാതിരിക്കേണ്ടതിന് ഇവിടെ 7-ാം അധ്യായത്തിൽ വരുമ്പോൾ പറയുക, വിവാഹബന്ധത്തിൽ ദുർനടപ്പ് നിമിത്തം ഓരോരുത്തരും സ്വന്തം ഭാര്യ ഉണ്ടായിരിക്കണം. ഭാര്യയുടെ ശരീരത്തിന്മേൽ ഭർത്താവിനും ഭർത്താവിന്റെ ശരീരത്തിന്മേൽ ഭാര്യയ്ക്കുമാണ് അധികാരമുള്ളത്. ആകയാൽ ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും അന്യോന്യം കടപ്പെട്ടിരിക്കുന്നത് ചെയ്യുക തന്നെ വേണം. എന്നാൽ ഒരു കാര്യം നാം മറന്നു പോകരുത്. അന്യോന്യം കടപ്പെട്ടതൊക്കെ ചെയ്യണം. അപ്പോൾ തന്നെ നമ്മോട് പറഞ്ഞിരിക്കുന്ന അതിന്റെ മുകളിൽ 6-ാം അധ്യായം അവസാനിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. അതുകൊണ്ട് നമ്മുടെ പ്രഥമ കർത്തവ്യം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ്. അതുകൊണ്ടാണ് 5-ാം വാക്യത്തിൽ പറയുകയാണ്, പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ടാകുവാൻ ഒരു സമയത്തേക്ക് പരസ്പര സമ്മതത്തോടെ അല്ലാതെ തമ്മിൽ വേർപെട്ടിരിക്കരുത്. അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരം കടപ്പെട്ടിരിക്കുന്നത് ചെയ്യുവീൻ എന്ന് പറയുമ്പോൾ തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, അതായത് ആത്മീക പഠനങ്ങൾക്ക് വേണ്ടി, ദൈവവചന ധ്യാനത്തിന് വേണ്ടി, പ്രാർത്ഥനയ്ക്ക് വേണ്ടി പരസ്പര സമ്മതത്തോടെ വേർപെട്ടിരിക്കാവുന്നതാണ്. 7-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. 8-9 വാക്യങ്ങൾ. വിവാഹം കഴിയാത്തവരോടും വിധവമാരോടും അവർ എന്നെപ്പോലെ പാർത്തുകൊണ്ടാൽ അവർക്ക് കൊള്ളാമെന്ന് ഞാൻ പറയുന്നു. ജിതേന്ദ്രിയമില്ലെങ്കിലോ അവർ വിവാഹം കഴിക്കട്ടെ. അഴലുന്നതിനേക്കാൾ വിവാഹം ചെയ്യുന്നത് നല്ലത്. അതിന്റെ 9-ാം വാക്യം, if they cannot control themselves they should marry, for it is better to marry than to burn with passion.
ജിതേന്ദ്രിയത്വം ഇല്ലെങ്കിലോ അവർ വിവാഹം കഴിക്കട്ടെ. അഴലുന്നതിനേക്കാൾ വിവാഹം ചെയ്യുന്നത് നല്ലത്. ഈ വചനത്തിൽ ദൈവവചനം നൽകുന്ന ആലോചനയുടെ സാരം ഇതാണ്: ജിതേന്ദ്രിയത്വമില്ലെങ്കിൽ വിവാഹം കഴിക്കുക. ദുർനടപ്പ് നിമിത്തം ഓരോരുത്തരും സ്വന്തം ഭാര്യയും ഓരോരുത്തർക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കണം. ദുർനടപ്പുണ്ടാകാതിരിക്കുവാൻ വെറുതെ ആരെങ്കിലും വിവാഹം കഴിക്കാതെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഞാനും വിവാഹം കഴിക്കുന്നില്ല എന്നും പറഞ്ഞ് ഇറങ്ങിത്തിരിക്കരുത്. അവിടെ പറഞ്ഞിരിക്കുന്ന പദം എൻഗ്രാത്തയ്യെ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദമാണ് ജിതേന്ദ്രിയത്വം എന്ന് പറയുവാൻ ഉപയോഗിച്ചിരിക്കുന്നത്. എൻഗ്രാത്തയ്യെ. എൻഗ്രാത്തയ്യെ, ജിതേന്ദ്രിയത്വം അല്ലെങ്കിൽ ഇന്ദ്രിയ ജയം. ജിതേന്ദ്രിയത്വം അഥവാ ഇന്ദ്രിയ ജയം, എൻഗ്രാത്തയ്യെ എന്നുള്ള ആ പദം ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ആത്മാവിന്റെ ഫലം സംബന്ധിച്ച് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ദ്രിയ ജയം. ഇന്ദ്രിയ ജയം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും കാണാം. ചിലർക്ക് ഭക്ഷണത്തോട് അമിതമായ ആർത്തി, അത് ഒരു തരം ഇന്ദ്രിയ ജയം ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മള് അമിത ഭക്ഷണം പാപമാണോ എന്ന് ചോദിച്ചാൽ തീത്തോസിന് എഴുതിയ ലേഖനത്തെ നോക്കിയാൽ കാണാം. പൗലോസ് പറയുന്നുണ്ട്, ക്രേത്തരെ പറ്റി പറയുമ്പോൾ അവർ മടിയന്മാരായ പെരുവയറന്മാരാണ്, അല്ലേ? പെരുവയറന്മാരാണ്. ഗ്ലട്ടണി എന്ന് പറയുന്നത് ഒരു വലിയ പാപമാണ്. ഭക്ഷണത്തിൽ നിയന്ത്രണമില്ലാതിരിക്കുന്നത്. ചിലർക്ക് ഷുഗർ ഒക്കെ ആയിരിക്കും, പക്ഷെ ഒരു ഐസ്ക്രീം കാണുമ്പോഴത്തേക്ക് കൺട്രോൾ പോകും. നമ്മളോട് പറയുന്നത് എന്താണ്? ഇന്നൊരു ഗുളിക കൂടുതൽ എടുത്തേക്ക്. ആരെങ്കിലും വൈദ്യന്മാരോട് ഡോക്ടർമാരോട് ചോദിക്കണം, അവർ പറയും അന്ന് ശരിയായ രീതിയല്ല. ഭക്ഷണത്തിൽ നിയന്ത്രണം. നമ്മുടെ എല്ലാ വികാരങ്ങളെയും നിയന്ത്രിക്കാൻ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന ഒരു കൃപാവരമാണ് ഇന്ദ്രിയ ജയം എന്ന് പറയുന്നത്. ആ ഇന്ദ്രിയ ജയമില്ലാത്തവൻ, പറയുകയാണ്, എന്നെ പോലെ ഇന്ദ്രിയ ജയമുള്ളവർ, പ്രത്യേക കൃപാവരം ലഭിച്ചവർ മാത്രം വിവാഹം കൂടാതെ വസിക്കുക, അല്ലാത്തവർ വിവാഹം കഴിക്കണം. ദുർനടപ്പുണ്ടാകുവാൻ ഇടയുണ്ട്. അവിവാഹിതരും വിധവമാരും വിവാഹം കഴിക്കുന്നതാണ് നല്ലതെന്ന് അദ്ദേഹം പറയുന്നത്. അഴലുന്നതിനേക്കാൾ, ബേണിംഗ് വിത്ത് പാഷൻ എന്നുള്ള വേർഡാണ് ഇംഗ്ലീഷിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതിനിടയില്ലാതിരിക്കേണ്ടതിന് they should marry, for it is better to marry than to burn with passion. ജിതേന്ദ്രിയത്വമില്ലെങ്കിൽ വിവാഹം കഴിക്കുക. 7-10-11 വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. 10-11 വാക്യങ്ങൾ. വിവാഹം കഴിഞ്ഞവരോടോ ഞാനല്ല, കർത്താവ് തന്നെ കൽപ്പിക്കുന്നത്, ഭാര്യ ഭർത്താവിനെ വേർപിരിയരുത്. പിരിഞ്ഞു എന്ന് വരികിലോ വിവാഹം കൂടാതെ പാർക്കണം. അല്ലെന്ന് വരികിൽ ഭർത്താവിനോട് നിരന്നു കൊള്ളണം. ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കുകയും അരുത്. നോക്കൂ, ഇവിടെ വിവാഹ മോചനം സംബന്ധിച്ച് അല്ലെങ്കിൽ ഡൈവോഴ്സ് സംബന്ധിച്ച് കർത്താവ് പറഞ്ഞിട്ടുള്ള കാര്യം ഓർമ്മിപ്പിച്ച് പൗലോസ് സംസാരിക്കുകയാണ്. കർത്താവ് സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള എന്താത് ആദ്യം നോക്കാം. മത്തായിയുടെ സുവിശേഷം 5-32 വാക്യം. മത്തായി 5-32 വാക്യം എന്ന് വായിച്ചാട്ട്. ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസ്പരം ഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു. ഉപേക്ഷിച്ചവളെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ വ്യഭിചാരം ചെയ്യുന്നു. ഇനി 19-ാം അധ്യായത്തിന്റെ 3 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. 19-ാം അധ്യായത്തിലേക്ക് 19-ന്റെ 3 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ചു ചോദിച്ചു. അതിനവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരുമെന്നും അരുളി ചെയ്തു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ?
ഓക്കെ, അതിന്റെ 9-ാം വാക്യത്തിൽ വരുമ്പോൾ പറയുന്നു, പരസംഗ നിമിത്തമല്ലാതെ ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരു വ്യക്തിയെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു, ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. ഇനി മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 2 മുതലുള്ള ചില വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. മർക്കോസ് 10-ന്റെ ഇത് മറിക്കാതെ തന്നെ കയ്യിൽ അത് കൈ വെച്ചോണം, അവിടെ തന്നെ വിരൽ വെച്ചോണം. എന്നിട്ട് മർക്കോസ് 10-ാം അധ്യായത്തിലേക്ക് വന്ന് അതിന്റെ അപ്പോൾ പരീക്ഷന്മാർ അടുത്ത് വന്നു. ഭാര്യ ഉപേക്ഷിക്കുന്നത് പുരുഷന് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു. അവനവരോട് മോശം നിങ്ങൾക്ക് എന്ത് കൽപ്പന ഒന്നു ചോദിച്ചു. ഉപേക്ഷണ പത്രം മത്തായി അവിടെ ചോദിക്കുമ്പോഴും മർക്കോസിന്റെ സുവിശേഷത്തിൽ ആ ചോദ്യം ചോദിക്കുമ്പോഴും ഒരു വ്യത്യാസം നിങ്ങൾ കാണുന്നുണ്ട്. എന്താണ് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നു? ഏത് കാര്യം ചൊല്ലിയും അല്ലെങ്കിൽ ഏത് കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്നത് വിഹിതമോ. മർക്കോസിൽ ആ വാചകം കാണുന്നില്ല. മർക്കോസില് അത് കാണുന്നില്ല. ഭാര്യ ഉപേക്ഷിക്കുന്നത് പുരുഷന് വിഹിതമോ എന്ന് മാത്രമേ കാണുന്നുള്ളൂ. കർത്താവ് പറഞ്ഞ കാര്യം തന്നെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. രണ്ടിടത്തും കർത്താവ് പറഞ്ഞ കാര്യം തന്നെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മനസ്സിലാക്കേണ്ടത് മത്തായിയുടെ സുവിശേഷത്തിന്റെ പ്രഥമ പ്രതിഗ്രാഹകർ അല്ലെങ്കിൽ ആരെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം എഴുതിയിരിക്കുന്നത്? യഹൂദന്മാരെ, യഹൂദ ക്രിസ്ത്യാനികളെ അഭിസംബോധന ചെയ്ത് എഴുതിയതാണ്. അപ്പോൾ യഹൂദന്മാരെ അഭിസംബോധന ചെയ്ത് എഴുതുമ്പോൾ അവിടെ ഒരു വാചകം ഏത് കാരണം ചൊല്ലിയും എന്നൊരു വാചകം കൂടെ ചേർത്തിട്ടുണ്ട്. അത് കാരണം യഹൂദന്മാരുടെ ഇടയിൽ രണ്ട് റബിനിക്കൽ സ്കൂൾ എന്ന് പറഞ്ഞ രണ്ട് തിയോളജി എന്ന് പറയാം, രണ്ട് റബ്ബിമാരുടെ പഠിപ്പീര്, ഷമ്മായി എന്നും ഹില്ലയിൽ എന്നും പറയുന്ന രണ്ട് റബ്ബിമാരുടെ പഠിപ്പിക്കലുകൾ. അവരുടെ പഠിപ്പിക്കലുകൾ ആവർത്തന പുസ്തകം 24-ന്റെ 1 മുതൽ 4 വരെയുള്ള വചനഭാഗത്തിന്റെ വ്യാഖ്യാനം സംബന്ധിച്ച് വ്യത്യസ്തമായ ചിന്തകൾ ഉണ്ടായി. ആവർത്തന പുസ്തകം 24-ന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. ആവർത്തനം 24-ന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ തിരഞ്ഞെടുത്ത് വിവാഹം ചെയ്ത ശേഷം അവളിൽ ദൂഷ്യമായ വല്ലതും കണ്ടിട്ട് അവളോട് അനിഷ്ടം തോന്നിയാൽ ഒരു ഉപേക്ഷണ പത്രം എഴുതി കയ്യിൽ കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് അയക്കണം. ഓക്കെ, അവിടെ പറഞ്ഞിരിക്കുന്നത് മോശെ അത് പറയുമ്പോൾ ദൂഷ്യമായത് വല്ലതും കണ്ടിട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിവാഹബന്ധത്തിലെ അവിശ്വസ്തതയാണ് കാരണമെന്ന് പറയുന്നത്, വിശ്വസ്തതയില്ലായ്മ, വ്യഭിചാരക്കുറ്റം. അപ്പോൾ ഷമ്മായി ഊന്നൽ നൽകുന്നത് ഈ ദൂഷ്യമായത് വല്ലതും കണ്ടിട്ട് എന്നുള്ള ആ ഭാഗത്തിനാണ്. വ്യഭിചാരക്കുറ്റം നിമിത്തം വിവാഹബന്ധം വേർപെടുത്താമെന്ന് ഷമ്മായി പഠിപ്പിച്ചു. എന്നാൽ ഹില്ലേൽ പക്ഷക്കാരുടെ പഠിപ്പീര് ഒന്നുകൂടെ ആവർത്തന പുസ്തകത്തില് അതൊന്ന് വായിക്കുമ്പോൾ അത് കാണാം. ദൂഷ്യമായത് വല്ലതും കണ്ടിട്ട് അവളോട് അനിഷ്ടം തോന്നിയാൽ, അല്ലേ, അനിഷ്ടം തോന്നിയാൽ ഹില്ലേൽ പക്ഷ അവളോട് അനിഷ്ടം തോന്നിയാൽ എന്നുള്ള ഭാഗത്തിന് മാത്രമാണ് ഊന്നൽ കൊടുത്തത്. ശ്രദ്ധിക്കുക, ഷമ്മായി പക്ഷക്കാർ അവന് ദൂഷ്യമായത് വല്ലതും കണ്ടാൽ, അതായത് നമുക്കറിയാം അതിന്റെ മീനിങ്. എന്നാൽ ഹില്ലേൽ പക്ഷക്കാർ പറയും അനിഷ്ടം തോന്നിയാൽ, അതായത് ഒരു ചായ ഇട്ടോണ്ട് വരുന്നു, ചായക്ക് മധുരം കൂടിപ്പോയെങ്കിൽ അനിഷ്ടമാക്കാം. അല്ലെങ്കിൽ അപ്പം ഉണ്ടാക്കുന്ന അപ്പം കരിഞ്ഞു പോയി, അനിഷ്ടമാ. ഏത് കാര്യം ചൊല്ലിയും ഉപേക്ഷിക്കാമെന്നൊരു തോട്ട് വന്നു. അപ്പോൾ കർത്താവിനോട് സംശയം ചോദിക്കുകയാണ്, ഏത് കാര്യം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചു. പറയാൻ മനസ്സിലായല്ലോ. ഒന്ന്, ദൂഷ്യമായത് വല്ലതും കണ്ടാൽ മാത്രമേ ഉപേക്ഷിക്കാവൂ, അതായത് പരസംഗ നിമിത്തം മാത്രമേ ഉപേക്ഷിക്കാവൂ എന്ന് പഠിപ്പിക്കുമ്പോൾ, മറ്റേ ഭാഗക്കാർ പഠിപ്പിക്കുന്നത് ഏത് കാര്യം ചൊല്ലി ഉപേക്ഷിക്കാം. അതിന് കർത്താവ് നൽകുന്ന മറുപടിയാണ് ദൈവത്തിന്റെ മൗലിക പദ്ധതി എന്താണെന്ന് വിശദീകരിക്കുക. മത്തായി 19-ാം അധ്യായത്തിൽ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ വായിച്ച്. 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ഏത് കാര്യം ചൊല്ലി? അതിനവൻ സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ
ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരുമെന്നും അരുളി ചെയ്തു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനോട് മൗലിക പദ്ധതി ഇതായിരുന്നുവെന്ന് കർത്താവരോട് വ്യക്തമാക്കുകയാണ്. മോശയുടെ ന്യായപ്രമാണത്തിൽ പുരുഷൻ സ്ത്രീയെ ഉപേക്ഷിക്കുന്നത് പരാമർശിക്കുന്നതല്ലാതെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മോശയുടെ ന്യായപ്രമാണത്തിൽ പുരുഷൻ സ്ത്രീയെ ഉപേക്ഷിക്കുന്നത് പരാമർശിക്കുന്നതല്ലാതെ സ്ത്രീക്ക് വിവാഹബന്ധത്തെ സംബന്ധിച്ച് എന്തെങ്കിലും നിലയിലുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുമോ എന്ന വിഷയം ചർച്ച ചെയ്യപ്പെടുന്നതേയില്ല. പുരുഷൻ ഉപേക്ഷിക്കുന്ന കാര്യം പറയുന്നുണ്ട്, എന്നാൽ സ്ത്രീയെ സംബന്ധിച്ച് പുരുഷൻ എങ്ങനെ ജീവിച്ചാലും അവനെ വിവാഹബന്ധം വേർപെടുത്തുവാൻ കഴിയുമോ എന്ന വിഷയം ചർച്ച ചെയ്യുന്നതേയില്ല. കാരണം the Jewish religion was a patriarchal society. യഹൂദ മതം ഒരു പുരുഷാധിപത്യ സമൂഹമായിരുന്നു എന്നതാണ്. യഹൂദ മതം ഒരു പുരുഷാധിപത്യ സമൂഹമായിരുന്നു. എന്നാൽ പുതിയ നിയമം പഠിപ്പിക്കുന്നത് ഭാര്യയെ സംബന്ധിച്ച് ഭാര്യ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശി എന്നോർത്ത് അവൾക്ക് അർഹമായ ബഹുമാനം കൊടുക്കണം. നമ്മുടെ വിവാഹങ്ങളിലൊക്കെ നമ്മുടെ പാസ്റ്റർമാർ ഈ വചനം ഒന്ന് എംഫസൈസ് ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഭാര്യമാര് ഭർത്താവിന് കീഴടങ്ങണം എന്നേ പറയത്തുള്ളൂ. കാരണം അദ്ദേഹത്തിന്റെ ഭാര്യ മുന്നിൽ ഇരിപ്പുണ്ട്, അതുകൊണ്ടായിരിക്കാം. എന്നാൽ അവൾ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശി എന്നോർത്ത് അവൾക്ക് അർഹമായ ബഹുമാനം കൊടുക്കണം. 1 പത്രോസ് 3:7 വാക്യമാണ്. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാകും വണ്ണം കീഴടങ്ങുവീൻ എന്നാ കൊലോസ്യർ 3:18 പൗലോസ് എഴുതിയിരിക്കുന്നത്. കൊലോസ്യർ 3:18 എഫേസ്യർ 5:22 പറയുന്നുണ്ട്, കർത്താവിൽ ഉചിതമാവണ്ണം കീഴടങ്ങുവീൻ. ശ്രദ്ധിക്കണം, ഒരു പുരുഷനെയും തന്റെ ഭാര്യയെ കീഴ്പ്പെടുത്തുവാൻ ദൈവവചനം അനുവദിക്കുന്നില്ല. പക്ഷെ ദൈവവചനം ഭാര്യമാരോട് പറയുകയാണ്, ഭാര്യയെ കീഴ്പ്പെടുത്താൻ വചനം അനുവദിച്ചിട്ടില്ല. ഭാര്യമാരോട് പറയുകയാണ്, കർത്താവിൽ ഉചിതമാകും വണ്ണം കീഴടങ്ങുവൻ. ഹ്യൂപ്പോട്ടാസ് എന്നുള്ളൊരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കീഴപ്രതിഷ്ഠിക്കുക, കീഴടങ്ങുക എന്ന് പറയുന്നത് ഭാര്യയുടെ ഹൃദയത്തിൽ നിന്നും മനഃപൂർവ്വം ചെയ്യേണ്ടതായ ഒരു പ്രവൃത്തിയാണ്. The Bible does not allow a man to subjugate his wife. കീഴടക്കുവാൻ ദൈവവചനം അനുവദിക്കുന്നില്ല. But it does command wives to submit to their husbands. ഭാര്യമാർ കീഴെ പ്രതിഷ്ഠിക്കുക, തങ്ങളെ തന്നെ കീഴടങ്ങേണ്ടതിന് ഒരു വ്യവസ്ഥ കൂടെയുണ്ട്. എന്താണ് വ്യവസ്ഥ? എന്താണ് ഞാൻ പറഞ്ഞ വ്യവസ്ഥ? ഞാനല്ല, കൊലോസിലേഖനത്തിൽ പറഞ്ഞ വ്യവസ്ഥ. കർത്താവിൽ ഉചിതമാകും വണ്ണം. ഭർത്താവിന്റെ ദുഷിച്ച സ്വഭാവങ്ങൾക്ക് പങ്കാളിയാകേണ്ടതില്ല. ഭർത്താവ് കൊണ്ടുവന്നിട്ട് എടി കുപ്പി എടുക്കട്ടെ ഒഴിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചായ ഈ പരിപാടി നടക്കത്തില്ലെന്ന് പറയാൻ തന്റെ ഇടം വേണം. ഭർത്താവിന്റെ ദുഷിച്ച സ്വഭാവങ്ങൾക്ക്, മദ്യപാനത്തിനോ ദുർനടപ്പുകാരനോ ആണ് ഭർത്താവെങ്കിൽ അവന്റെ താല്പര്യം, അയ്യോ ഭർത്താവല്ലേ അവനെ ഒന്ന് സന്തോഷിപ്പിച്ചേക്കാം. നോ, കർത്താവിൽ ഉചിതമാകും വണ്ണം കീഴപ്രതിഷ്ഠിക്കുക. പുതിയ നിയമം സ്ത്രീക്ക് മാന്യമായ സ്ഥാനം നൽകുന്നുണ്ട്. സോ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം, സബ്ജുഗേഷൻ അല്ല, കീഴടക്കലല്ല, സബ്മിഷൻ, an intentional action from the wife's heart. ഭാര്യയുടെ ഹൃദയത്തിൽ നിന്നും ഉണ്ടാകുന്ന മനഃപൂർവമായ ഒരു പ്രവൃത്തിയാണ് കീഴടങ്ങുക എന്നുള്ളത്. കീഴടക്കുക. കല്യാണങ്ങൾക്കെല്ലാം ഇതേ കേൾക്കാവുള്ളൂ. ഭാര്യയ്ക്ക് ജീവന്റെ കൃപയ്ക്ക് ഓഹരിക്കാരിയാണെന്നുള്ള ആ മാന്യത കൊടുക്കുവാനാണ് ദൈവവചനം പുതിയ നിയമം പഠിപ്പിക്കുന്നത്. ഐഹിക ശുശ്രൂഷാകാലത്ത് യേശുവും തുറന്ന് അപ്പോസ്തലന്മാരും അഭിമുഖീകരിച്ചിട്ടില്ലാത്ത സാഹചര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നുണ്ട്. ലഹരിക്കായി മാരകമായ രാസപദാർത്ഥങ്ങൾ ഉപയോഗിക്കുക, പ്രകൃതി വിരുദ്ധമായ പ്രവൃത്തികൾ ചെയ്യുന്ന പുരുഷന്മാർ, സാമ്പത്തിക നേട്ടത്തിന് മാത്രമായി സമ്പന്ന കുടുംബങ്ങളിൽ നിന്ന് വിവാഹം ചെയ്യുന്ന പുരുഷന്മാർ, ഇത്തരക്കാർ തങ്ങളുടെ ഇംഗിതം നടക്കാതെ വരുമ്പോൾ ഭാര്യയെ കൊല ചെയ്യാൻ പോലും മടികാട്ടുന്നില്ല. ഈ സാഹചര്യങ്ങളിൽ പരിജ്ഞാനത്തോടെ തീരുമാനങ്ങൾ എടുക്കേണ്ടതിന് ദൈവജനം ശ്രദ്ധിക്കണം. പൗലോസ് കർത്താവ് അഭിമുഖീകരിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഐഹിക ശുശ്രൂഷാകാലത്ത് കർത്താവ് അഭിമുഖീകരിച്ചിട്ടില്ലാത്ത ചില വിഷയങ്ങളെ അഡ്രസ് ചെയ്തുകൊണ്ട് പറയുന്നു,
ഇന്ന് 1-ാം നൂറ്റാണ്ടിൽ നിന്നും വ്യത്യസ്തമായ വളരെ മോശമായ സാഹചര്യങ്ങളിൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് പരിജ്ഞാനത്തോടെ തീരുമാനങ്ങൾ എടുക്കുവാൻ നമുക്ക് കഴിയണം. ഓക്കെ, രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരികയാണ്. ക്രിസ്ത്യാനികൾ അല്ലാത്തവരെ വിവാഹം ചെയ്ത ക്രിസ്ത്യാനികൾ 7:12 മുതൽ 24 വരെ. ക്രിസ്ത്യൻസ് ഹു മാരിഡ് നോൺ ക്രിസ്ത്യൻസ്. ആ കാലഘട്ടത്തിൽ വായിച്ചോളൂ, 12-13 വാക്യങ്ങൾ വായിച്ചോളൂ. ഞാൻ തന്നെ പറയുന്നത്, ഒരു സഹോദരനെ അവിശ്വാസിയായ ഭാര്യ ഉണ്ടായിരിക്കുകയും അവനോടുകൂടെ പാർപ്പാൻ സമ്മതിക്കുകയും ചെയ്താൽ അവളെ ഉപേക്ഷിക്കരുത്. അവിശ്വാസിയായ ഭർത്താവുള്ള ഒരു സ്ത്രീയും അവളോടുകൂടെ പാർപ്പാൻ സമ്മതിക്കുന്നുവെങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിക്കരുത്. അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെടും. പിന്നെ വായിക്കാം. അപ്പൊ ഇവിടെ ഒരു കുടുംബം, ഞാൻ പറഞ്ഞല്ലോ കൊരിന്തിൽ കൂടുതലും ജാതികളായിരുന്നു, ഒരു മൈനോറിറ്റി യഹൂദന്മാരും ഉണ്ടായിരുന്നു. ആ കുടുംബത്തിൽ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ഒരാള് സുവിശേഷം കേട്ട് വിശ്വാസിയായി തീരുന്നു, ഭാര്യ അവിശ്വാസിയാണ്. അവളോട് സുവിശേഷം പറഞ്ഞിട്ട് അവൾ 8 7 അടുക്കുന്നില്ല. അല്ലെങ്കിൽ ഭാര്യ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടു, അവൾ അച്ചായനോട് പറഞ്ഞിട്ട് അങ്ങേര് ഒരു രീതിയിലും അനുസരിക്കുന്നില്ല. ഇങ്ങനെ പങ്കാളികളിൽ ഒരാൾ വിശ്വാസിയും മറ്റേയാൾ അവിശ്വാസിയുമാകുന്നുവെങ്കിൽ എന്ത് ചെയ്യണം? അവരുടെ സംശയമാണ്. പൗലോസ് പറയുന്നത്, അവിശ്വാസിയായ വ്യക്തിക്ക്, അതായത് ഞാൻ അവിശ്വാസിയും എന്റെ ഭാര്യ വിശ്വാസിയുമാണെങ്കിൽ അവിശ്വാസിയായ എനിക്ക് വിശ്വാസിയായ എന്റെ പങ്കാളിയോട് കൂടെ പാർക്കുവാൻ സമ്മതമാകുന്നുവെങ്കിൽ അവൾ എന്നെ ഉപേക്ഷിക്കരുത്. സമ്മതമാകുന്നുവെങ്കിൽ. അപ്പോൾ തന്നെ വേറൊരു കാര്യം, വിശ്വാസി വിവാഹം കഴിച്ചിട്ടില്ല എങ്കിലോ? 2 കേസസ് ആണ് വരുന്നത്. പങ്കാളികളിൽ ഒരാള് വിശ്വാസി, മറ്റേയാൾ അവിശ്വാസി. അപ്പോൾ എന്ത് ചെയ്യണം? അവിശ്വാസി കൂടെ പാർക്കുന്നെങ്കിൽ ആകട്ടെ, അല്ലെങ്കിൽ പോയിക്കൊള്ളട്ടെ. ഇനി വിവാഹം കഴിച്ചിട്ടില്ലെങ്കിലോ? അവിശ്വാസിയെ വിവാഹം കഴിക്കരുത്. 2 ലേഖനം 6:14 പറയുന്നുണ്ട്, അവിശ്വാസികളോട് നിങ്ങൾ ഇണയില്ലാ പിണ കൂടരുത്. അവിശ്വാസികളോട് ഇണയില്ലാ പിണ കൂടരുത്. 2 കൊരിന്ത്യർ 6:14. ഇവിടെ 7-ാം അധ്യായത്തിന്റെ 39-ാം വാക്യത്തിൽ 7:39 ഒന്ന് വായിച്ച്. 7:39 അതിന്റെ ബി പാർട്ട്. ഭർത്താവ് ജീവിച്ചിരിക്കുന്ന കാലത്തോളം സ്ത്രീ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചുപോയാൽ തനിക്ക് മനസ്സുള്ളവനുമായി വിവാഹം കഴിപ്പാൻ സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിൽ വിശ്വസിക്കുന്നവനുമായി മാത്രമേ ആകാവൂ. വിശ്വാസിയുടെ പ്രത്യേകത, വിവാഹം കഴിക്കുന്നുവെങ്കിൽ കർത്താവിൽ വിശ്വസിക്കുന്നവനുമായി മാത്രമേ ആകാവുള്ളൂ. വിശ്വാസി അവിശ്വാസിയോട് ഇടയില്ലാപ്പണ കൂടരുത്. വിവാഹം കഴിക്കുന്നുവെങ്കിൽ കർത്താവിൽ വിശ്വസിക്കുന്നവനുമായി മാത്രമേ ആകാവൂ. ഇതിന് 14-ാം വാക്യം മുൻപേ സഹോദരി വായിച്ചു തുടങ്ങിയ ഭാഗമാണ്. 14-ാം വാക്യത്തിൽ പറയുന്ന, അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടു, അവിശ്വാസിയായ ഭാര്യ സഹോദരൻ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടുമിരിക്കുന്നു. നാട്ടു വരുമ്പോൾ മക്കൾ വിശുദ്ധീകരിക്കപ്പെടുന്നതിനെ പറ്റിയും പറയുന്നുണ്ട്. എന്താണ്? ചിലർക്ക് സംശയമുണ്ട്. കഴിഞ്ഞൊരു ദിവസം എന്നെ ആരോ വിളിച്ചത് ചോദിച്ചു, ഞാൻ വിശദീകരിച്ചതാണ്. നമുക്ക് ഒരു മനുഷ്യനെയും വിശുദ്ധീകരിക്കുവാൻ നമുക്കാർക്കും സാധിക്കത്തില്ല. വിശുദ്ധീകരിക്കാൻ കഴിയുന്നത് കർത്താവിന്റെ കുഞ്ഞാടിന്റെ രക്തത്താൽ മാത്രമാണ്. ക്രിസ്തുയേശുവിലുള്ള വിശ്വാസം മൂലമാണ് വിശുദ്ധീകരിക്കപ്പെടുന്നത്. പിന്നെ എങ്ങനെയാണ് ഭാര്യ മുഖാന്തരം ഭർത്താവ്, അല്ലെങ്കിൽ ഭർത്താവ് മുഖാന്തരം ഭാര്യ വിശുദ്ധീകരിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുന്നത്? അത് മനസ്സിലാകുവാൻ 1 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 1 പത്രോസ് 3-ന്റെ 1-2 വാക്യങ്ങളൊന്ന് വായിച്ചാട്ട്. ഒടുവിൽ നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടു കൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാനിടയാകും. നോക്കൂ, അവിടെ പറഞ്ഞിരിക്കുന്ന ആശയം മനസ്സിലായോ?
ഭർത്താക്കന്മാര് അവിശ്വാസികളാണെങ്കിൽ വിശ്വാസികളായ ഭാര്യമാരോട് പറയുകയാണ്, നിങ്ങൾ കർത്താവിൽ എന്ന പോലെ കർത്താവിന് ഉചിതമാവണ്ണം കീഴടങ്ങിയിരിപ്പീൻ. വചനമനുസരിക്കാത്ത ഭർത്താവ് നിങ്ങളുടെ ദൈവഭയത്തോടു കൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ്, വാക്കുകളാലും ഭാഷണത്താലും അല്ല, നിങ്ങളുടെ നടപ്പ് കണ്ടറിഞ്ഞ് ചേർന്ന് വരുവാനിടയാകും. ഇങ്ങനെയാണ് അവിശ്വാസിയായ ഭർത്താവ് അല്ലെങ്കിൽ അവിശ്വാസിയായ പങ്കാളി അല്ലെങ്കിൽ അവിശ്വാസിയായ മക്കൾ വിശുദ്ധീകരിക്കപ്പെടുക എന്ന് പറയുന്നത്. അല്ലാതെ ഒരു വ്യക്തിയെയും വിശദീകരിക്കാൻ നമുക്കാർക്കും അല്ലാതെ സാധിക്കത്തില്ല. ദൈവവചനത്തിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട്. 49-ാം സങ്കീർത്തനത്തിന്റെ 7-8 വാക്യങ്ങളിൽ പറയുന്നു. 49-ാം സങ്കീർത്തനത്തിന്റെ സാംസ് 49:7-8 സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കാനോ ആർക്കും കഴിയുകയില്ല. അപ്പോൾ പിന്നെ ഇവിടെ വിശുദ്ധീകരിക്കുക എന്ന് പറയുന്നത്, ഇവിടെ പത്രോസ് എഴുതിയിരിക്കുന്ന അതേ ആശയമാണ്. ദൈവഭയത്തോടു കൂടിയ പങ്കാളിയുടെ നല്ല നടപ്പ് കണ്ടിട്ട് പങ്കാളിയും അവിശ്വാസിയായ പങ്കാളിയും ചേർന്ന് വരുവാനിടയാവും. അല്ലെങ്കിൽ മക്കൾ ദൈവകൃപയിലേക്ക് വരുവാൻ, അവരിലേക്ക് ആത്മീക സ്വാധീനം ചെലുത്തുവാൻ വിശ്വാസിയുടെ ദൈവഭയത്തോടു കൂടിയുള്ള നടപ്പിനാൽ സാധിക്കും. ഇതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോകാം. 3-ാമത്തെ ചിന്തയിലേക്ക് ഞാൻ പോവുകയാണ്. കൂടുതൽ വിശദീകരിക്കുവാനുണ്ട്. നമ്മൾ ആ ബുക്ക് മേടിച്ചവർക്ക് അതിൽ കൂടുതൽ വിവരിച്ചിട്ടുണ്ട്. മിക്കവാറും എല്ലാവരും അത് മേടിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അപ്പം ചില ഭാഗങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ്. 3-ാമത്തേത്, അവിവാഹിതരായ ക്രിസ്ത്യാനികൾ, ക്രിസ്ത്യൻസ് ഹു ആർ നോട്ട് മാരീഡ്. കുരിന്തിലെ ക്രിസ്ത്യാനികളുടെ ഒരു പ്രധാന പ്രശ്നം, അവർ ദൈവവചനത്തിനനുസരിച്ച് തങ്ങളുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തുന്നതിന് പകരം കൊരിന്ത്യ സംസ്കാരം ഉൾക്കൊള്ളുന്നവര് പഴയ പാരമ്പര്യങ്ങളിൽ ജീവിത രീതി തുടരുവാൻ ആഗ്രഹിച്ചു. പൗലോസ് പറയുന്നു, വിവാഹം നന്ന്, എന്നാൽ ഏകനായിരിക്കുന്നത് ഏറെ നന്നെന്ന് പറയുന്നുണ്ട്. 25-26 വാക്യങ്ങളൊന്ന് വായിക്കുക. 25-26 വാക്യങ്ങൾ. കന്യകമാരെ കുറിച്ച് എനിക്ക് കർത്താവിന്റെ കൽപ്പനയില്ല, എങ്കിലും വിശ്വസ്തനാകുവാൻ തക്കവണ്ണം കർത്താവിന്റെ കരുണ ലഭിച്ചവനായി ഞാൻ അഭിപ്രായം പറയുന്നു. ഇപ്പോഴത്തെ കഷ്ടത നിമിത്തം ഞാൻ പറഞ്ഞതുപോലെ മനുഷ്യൻ അങ്ങനെ തന്നെ ഇരിക്കുന്നത് അവന് നന്ന് എന്ന് എനിക്ക് തോന്നുന്നു. പൗലോസ് പറയുകയാണ്, കന്യകമാർ, ഇവിടെ കന്യകമാർ എന്ന് പറഞ്ഞാൽ അവിവാഹിതരായ മക്കളെ സംബന്ധിച്ചാണ്. അങ്ങനെയുള്ള മക്കളുള്ള പിതാക്കന്മാര് തങ്ങളുടെ മക്കളെ അനുയോജ്യരായ വരന്മാർക്ക് വിവാഹ നിശ്ചയം ചെയ്തിരുന്നു. അപ്പോൾ അവർ ചോദിക്കുകയാണ്, പൗലോസിനോട് അഭിപ്രായം ചോദിക്കുകയാണ്. അതിന് പൗലോസ് പറയുന്ന മറുപടിയാണ് ഇവിടെ കാണുന്നത്. കർത്താവിന്റെ കൽപ്പനയില്ല, എങ്കിലും കർത്താവിന്റെ കരുണ ലഭിച്ചവനായി ഒരു വിശ്വസ്തനായ ശുശ്രൂഷക്കാരൻ എന്നുള്ള നിലയിൽ ഞാൻ എന്റെ അഭിപ്രായം പറയുകയാണ്. ഇപ്പോഴത്തെ കഷ്ടത നിമിത്തം, അവിടെ 26-ാം വാക്യത്തിലും താഴേക്ക് വരുമ്പോൾ 26-ാം അധ്യായത്തിലും 26-ാം വാക്യത്തിലും 28-ാം വാക്യത്തിലും കഷ്ടത എന്നുള്ള വാക്ക് കാണുന്നുണ്ട്. പക്ഷെ 2 വ്യത്യസ്ത പദങ്ങളാണ് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ 26-ാം വാക്യത്തിൽ കാണുന്നത് അനാങ്കെ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദമാണ്. അനാങ്കെ അനാങ്കെ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദമാണ്. അവസാനത്തെ ആ ന്യൂ സൈലന്റ് ആണ്. അനാങ്കെ എന്ന് പറയുന്ന ആ ഗ്രീക്ക് പദത്തിന് ദാരിദ്ര്യം, ദുരിതം എന്നൊക്കെയാണ് അർത്ഥം. അവിടെ കഷ്ടത എന്ന പരിഭാഷ ചെയ്തിരിക്കുന്ന അനാങ്കെ എന്ന പദത്തിന് ദാരിദ്ര്യമെന്നും ദുരിതമെന്നും ഒക്കെയാണ് അർത്ഥം. 1-ാം നൂറ്റാണ്ടിൽ ക്രിസ്തീയ സഭ വലിയ ഉപദ്രവങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു. ദാരിദ്ര്യവും ദുരിതവും ഇങ്ങനെ വലിയ പ്രയാസങ്ങൾ വിശ്വാസികൾ അനുഭവിച്ചിരുന്നു. പൗലോസ് പറയുകയാണ്, അതുകൊണ്ട് ഇങ്ങനെയുള്ള ദാരിദ്ര്യവും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകാം ഇടയുള്ളത് കൊണ്ട്
അവിവാഹിതനായ വ്യക്തി വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്റെ സാഹചര്യങ്ങൾ വിലയിരുത്തണം. വലിയ തകർച്ചയിൽ, സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുന്നവൻ വിവാഹം കഴിച്ച് കുട്ടികൾ കൂടെ ഉണ്ടായാൽ അവന്റെ കഷ്ടതകൾ വർദ്ധിക്കും. അതുകൊണ്ട് ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ തന്നെ 27-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നീ ഭാര്യയോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, വേർപാട് അന്വേഷിക്കരുത്, കഷ്ടതയുണ്ടാകുമെന്ന് പറഞ്ഞ് വേർപാട് അന്വേഷിക്കരുത്. 26-ാം വാക്യത്തിൽ പറയുന്നു ഭാര്യ അന്വേഷിക്കരുതെന്ന് പറയുമ്പോൾ, അല്ല, 27-ാം വാക്യത്തിൽ പറയുന്നു ഭാര്യ ഉള്ളവൻ വേർപാട് അന്വേഷിക്കരുത്, ഭാര്യ ഇല്ലാത്തവൻ ഭാര്യനോ ഭാര്യ അന്വേഷിക്കരുത്. അവിടെ അന്വേഷിക്കരുതെന്ന് പറയുമ്പോൾ അവിടെ അർത്ഥമാക്കുന്നത് ദൈവത്തോട് മല്ലു പിടിക്കരുതെന്നുള്ള അർത്ഥമാണ്. ദൈവത്തോട് മല്ലു പിടിക്കരുത്. ഭാര്യ ഉള്ളവൻ ഭാര്യയോട് വേർപാട് അന്വേഷിക്കരുത്, ഭാര്യ ഇല്ലാത്തവൻ ഭാര്യ അന്വേഷിക്കരുത്. അന്നത്തെ ആ സാഹചര്യത്തിൽ പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. 28-ാം വാക്യത്തിൽ വരുമ്പോൾ, 28-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നീ വിവാഹം ചെയ്താലും ദോഷമില്ല, കന്യകയും വിവാഹം ചെയ്താൽ ദോഷമില്ല, എങ്കിലും ഇങ്ങനെയുള്ളവർക്ക് ജഡത്തിൽ കഷ്ടതയുണ്ടാകും, അത് നിങ്ങൾക്ക് വരരുത് എന്ന് എന്റെ ആഗ്രഹം. നോക്കുക, ജഡത്തിൽ കഷ്ടതയുണ്ടാകും, അത് നിങ്ങൾക്ക് വരരുത്. നീ വിവാഹം ചെയ്താലും ദോഷമില്ല, കന്യകയും വിവാഹം ചെയ്താൽ ദോഷമില്ല, എങ്കിലും ഇങ്ങനെയുള്ളവർക്ക് ജഡത്തിൽ കഷ്ടതയുണ്ടാകും. ക്ലിപ്സിസ് എന്ന് പറയുന്ന മറ്റൊരു പദമാണ് ഇവിടെ കഷ്ടത എന്ന് പറയുവാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ക്ലിപ്സിസ് എന്ന് പറയുന്ന മറ്റൊരു പദമാണ് കഷ്ടത എന്ന് പറയുവാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മുമ്പേ നമ്മൾ കണ്ടത് അനാങ്കെ, ഇവിടെ ക്ലിപ്സിസ് എന്ന് പറയുന്ന മറ്റൊരു പദമാണ്. ഈ പദത്തിന് പ്രഷർ അല്ലെങ്കിൽ സമ്മർദ്ദം എന്നാണ് അർത്ഥം. പ്രഷർ. മുമ്പേ കണ്ടത് അനാങ്ക എന്നുള്ള വാക്കിന് എന്തുവായിരുന്നു അർത്ഥം? കഷ്ടതയെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പ്രഷർ അല്ലെങ്കിൽ സമ്മർദ്ദം. ഇത് ഉത്തരവാദിത്തങ്ങൾ കൂടുന്നത് കൊണ്ടുള്ള സമ്മർദ്ദങ്ങളാകാം. ഉത്തരവാദിത്തങ്ങൾ കൂടുന്നത് കൊണ്ടുള്ള സമ്മർദ്ദങ്ങളാകാം. വിവാഹം കഴിക്കുമ്പോൾ ഉത്തരവാദിത്തങ്ങൾ കൂടും. അതുകൊണ്ട് വിവാഹം കഴിക്കാതിരിക്കുന്നത് നന്നായിരിക്കും. കഴിച്ചവൻ എന്നാൽ വേർപിരിയുവാനും പാടില്ല എന്ന് പൗലോസ് ഇവിടെ പറയുന്നു. 29-ാം വാക്യത്തിൽ പറയുന്നു കാലം ചുരുങ്ങിയിരിക്കുന്നു. 29-ാം വാക്യത്തിൽ പറയുന്നു സഹോദരന്മാരെ, ഇതൊന്നും ഞാൻ പറയുന്നു, കാലം ചുരുങ്ങിയിരിക്കുന്നു. ഇനി ഭാര്യയുള്ളവർ ഇല്ലാത്തവരെ പോലെയും, കരയുന്നവർ കരയാത്തവരെ പോലെയും, സന്തോഷിക്കുന്നവർ സന്തോഷിക്കാത്തവരെ പോലെയും, വിലയ്ക്ക് വാങ്ങുന്നവർ കൈവശം ആക്കാത്തവരെ പോലെയും, ലോകത്തെ അനുഭവിക്കുന്നവർ അതിനെ അനുഭവിക്കാത്തവരെ പോലെയും ആയിരിക്കണം. ഈ ലോകത്തിന്റെ രൂപം ഒഴിഞ്ഞു പോകുന്നുവല്ലോ. രണ്ട് പ്രയോഗങ്ങൾ ശ്രദ്ധിക്കുക. കാലം ചുരുങ്ങിയിരിക്കുന്നു, 29-ാം വാക്യം. ഈ ലോകത്തിന്റെ രൂപം ഒഴിഞ്ഞു പോകുന്നുവല്ലോ. താൽക്കാലികമായ, ക്ഷണഭങ്കുരമായ മനുഷ്യന്റെ ആയുസിനെ സൂചിപ്പിക്കുകയാണ് ഇവിടെ. ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ നാം നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുക. ഇതാണ് പൗലോസ് വിവാഹബന്ധങ്ങൾ സംബന്ധിച്ച് സൂചിപ്പിക്കുമ്പോൾ അവർക്ക് പ്രബോധനമായി നൽകുന്നത്. ദൈവഹിതത്തിന് തടസ്സമാകുന്ന, അല്ലെങ്കിൽ ദൈവഹിതം നിറവേറുന്നതിന് തടസ്സമാകുന്ന ചില കാര്യങ്ങൾ, 3 പ്രധാന കാരണങ്ങൾ പൗലോസ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. ഒന്ന്, അവർ റിലേഷൻഷിപ്സ്, നമ്മുടെ ബന്ധങ്ങൾ. വിവാഹജീവിതത്തിന്റെ ലക്ഷ്യം ജഡിക സന്തോഷം എന്നുള്ളതല്ല, അതിനുപരി നമ്മെ വിശുദ്ധീകരിക്കുക. ദുർനടപ്പ് നിമിത്തം ഓരോരുത്തരും സ്വന്തം ഭാര്യ ഉണ്ടായിരിക്കട്ടെ എന്നാ പറയുന്നത്, ഓരോരുത്തർക്കും സ്വന്തം ഭർത്താക്കന്മാരും. അപ്പോൾ നമുക്ക് വിശുദ്ധ ജീവിതം നയിക്കേണ്ടതിന് വിശുദ്ധിക്ക് പ്രാധാന്യം നൽകുന്നതായിരിക്കണം കുടുംബജീവിതം.
ദൈവത്തെക്കാൾ ഉപരി നാം എന്തിന് പ്രാധാന്യം നൽകിയാലും അത് നമ്മുടെ വിഗ്രഹമാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം കുടുംബജീവിതത്തെക്കാൾ ഉപരി കർത്താവിനായിരിക്കണം. ചിലർക്ക് കുടുംബ ബന്ധങ്ങൾ തന്നെ അവരുടെ വിശ്വാസ ജീവിതത്തിന് ഒരു 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 തടസ്സമായിട്ട് ആത്മീയ ശുശ്രൂഷകൾക്ക് തടസ്സമായി പലരും പറയാറുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഒരു ഉപമ കർത്താവ് പറയുന്നുണ്ട്. അവിടെ 20 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ച ലൂക്കോസ് 14:20 മുതൽ. അവിടെ രാജാവിന്റെ കല്യാണ സദ്യക്ക് വേറൊരുത്തൻ ഞാൻ ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നു, വരുവാൻ കഴിവില്ല എന്ന് പറഞ്ഞു. ദാസൻ മടങ്ങി വന്ന് യജമാനോട് അറിയിച്ചു. അപ്പോൾ വീട്ടുടയവൻ കോപിച്ച് ദാസനോട്, നീ വേഗം പട്ടണത്തിലെ വീഥികളിലും ഇടത്തെരുവുകളിലും ചെന്ന് ദരിദ്രന്മാർ, അംഗഹീനന്മാർ, കുരുടന്മാർ, മുടന്തന്മാർ എന്നിവരെ അവിടെ യജമാനൻ തന്റെ വിവാഹ സദ്യക്ക് ക്ഷണിച്ചപ്പോൾ ഒരുത്തൻ പറയുന്ന എന്താണ് പറയുന്നത്, ഉപായം എന്താണ്? എനിക്കിപ്പോ കടന്നു വരുവാൻ സാധിക്കത്തില്ല, കാരണം ഞാൻ ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നു. വീട്ടുടയൻ പറയുന്നത്, അയ്യോ അത് ശരി, എന്നാ ഓക്കെ, എന്നല്ല. വീട്ടുടയൻ കോപിച്ചതായിട്ട് കാണുന്നു. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ കർത്താവിന് പ്രധാനമാണ്. അപ്പോൾ തന്നെ നാം മറക്കരുതാത്ത ഒരു കാര്യം, കർത്താവിനേക്കാൾ പ്രാധാന്യം വെക്കില്ല എന്നുള്ള കാര്യമാണ്. സിറ്റി സ്റ്റഡിന്റെ ജീവചരിത്രം നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടായിരിക്കാം. സിറ്റി സ്റ്റഡ് അപ്പോൾ തന്നെ സമയം കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഞാൻ അതൊന്ന് പെട്ടെന്ന് പറഞ്ഞ് ചുരുക്കമായി പറയാം. മൈക്കെല്ലാം മ്യൂട്ട് അല്ല. മൈക്ക് മ്യൂട്ട് അല്ലാത്തവരുടെ ഒന്ന് മ്യൂട്ട് ചെയ്ത്. സിറ്റി സ്റ്റഡ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ ഒരു വലിയ പ്രഭുവായിരുന്ന എഡ്വേർഡ് സ്റ്റഡിന്റെ 3 മക്കളിൽ ഒരാളായിരുന്നു. ആ 3 മക്കളും ഇംഗ്ലണ്ടിന്റെ ക്രിക്കറ്റ് ടീമിലെ സ്റ്റാർസ് ആയിരുന്നു. എഡ്വേർഡ് സ്റ്റഡ് DL മൂഡിയുടെ പ്രസംഗം കേട്ട് റഷ്യയിലേക്ക് വന്നു. അതിനുശേഷം തന്റെ മക്കൾ ഓരോരുത്തരായ വിശ്വാസത്തിലേക്ക് വരികയാണ്. അങ്ങനെ സിറ്റി സ്റ്റഡ് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ചൈനയിലേക്ക് അദ്ദേഹം സുവിശേഷവുമായിട്ട് കടന്നു പോകുന്നു. തന്റെ സ്വത്ത് മുഴുവൻ, മഹാപ്രതാപിയായിരുന്ന സിറ്റി സ്റ്റഡിന്റെ പിതാവിന്റെ സ്വത്ത് തനിക്ക് ലഭിച്ച ആ ഷെയർ മുഴുവൻ വിറ്റിട്ട് ഒരു ചെറിയ പങ്ക് കയ്യിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ചൈനയിലേക്ക് പോയി. ചൈനയിൽ വെച്ച് പ്രസില്ല എന്ന പേരുള്ള ഒരു സുവിശേഷകയെ കാണുന്നു. അവളോട് വിവാഹം കഴിക്കുവാനുള്ള തന്റെ താല്പര്യം അറിയിക്കുന്നു. അവളോട് പറയുന്നു, എന്റെ സ്വത്ത് മുഴുവൻ ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ കൊടുത്തിരിക്കുകയാണ്, ഇനി ഒരു ചെറിയ പങ്ക് അത് നമ്മുടെ കുടുംബ ജീവിതത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പ്രിസില്ല സ്റ്റഡ് പറഞ്ഞത്, നീ അതുകൂടെ കൊടുത്തിട്ട് വന്നാൽ ഞാൻ നിന്നെ വിവാഹം കഴിക്കാം. അങ്ങനെ തനിക്കുള്ളത് മുഴുവൻ കൊടുത്തിട്ട്, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്, മുഴുവൻ കൊടുത്തു. സിറ്റി സ്റ്റഡും പ്രിസില്ല സ്റ്റഡും ചൈനയിൽ ദീർഘകാലം പാർത്തുകൊണ്ട് അവിടെ കർത്താവിന്റെ വേല ചെയ്തു. അദ്ദേഹത്തിന്റെ മക്കളൊക്കെ പഠിച്ച അവരുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ചൈനീസ് ലാംഗ്വേജ് അവർ പഠിച്ച, അവരുടെ മദർ ടങ് പോലെ അതായിരുന്നു. അവർ പിന്നീട് ഇംഗ്ലണ്ടിലേക്ക് ഒരു കാലത്ത് മടങ്ങി വരുന്ന സംഭവമൊക്കെ അതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കോരി തരിച്ചു പോകും. മക്കള് മറ്റ് ഇംഗ്ലീഷുകാര് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുമ്പോൾ അവരെ അതിശയിക്കുകയാണ്. ആ ഭാഷയെ അവർക്ക് മനസ്സിലാകുന്നില്ല, കാരണം അവർ ചൈനീസ് ഭാഷ മാത്രമേ പഠിച്ചിരുന്നുള്ളൂ. എനിവേ അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് മടങ്ങി വരുന്നു. തന്റെ ഭാര്യ അപ്പോഴത്തേക്ക് തീരെ വയ്യാത്തവളായി തീർന്നു. തനിക്ക് പിന്നെ ദൈവവിളി ഉണ്ടായി, ആഫ്രിക്കയിലേക്ക് കടന്നു പോകണം. പക്ഷെ തന്റെ ഭാര്യ അരയ്ക്ക് താഴെ തളർന്ന രോഗിയായി ഭവനത്തിൽ കിടക്കുകയാണ്. താൻ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയ പല യൗവനക്കാരോടും സുവിശേഷം പറഞ്ഞു, ആഫ്രിക്കയിലേക്ക് പോകാൻ ആരുണ്ട്? ആരുമില്ല. ഒരു ദിവസം താൻ വളരെ ഭാരപ്പെട്ട് തന്റെ ഭാര്യയോട് ഇത് പറയുമ്പോൾ ഭാര്യ പറയുന്നു, നീ ആഫ്രിക്കയിലേക്ക് പോകാൻ പറയുന്നു. സിറ്റി സ്റ്റഡ് പറഞ്ഞു, നിന്നെ ഈ അവസ്ഥയിൽ കണ്ടിട്ട് എനിക്ക് പോകുവാൻ സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിത്യതയുടെ തുറമുഖത്ത് കാണാം, നീ പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. ആ ഭക്തനായ മനുഷ്യൻ ആഫ്രിക്കയിലേക്ക് പോയി. അവിടെ ആഫ്രിക്കയിൽ കോടീശ്വരനായിരുന്ന സിറ്റി സ്റ്റഡ് ഒരു ചെളി കൊണ്ടുണ്ടാക്കിയ ഒരു കുടിലുണ്ടാക്കി അതിൽ പാർത്തുകൊണ്ട് സുവിശേഷം അറിയിച്ചുകൊണ്ട് ജീവിച്ച് തന്റെ ജീവിതം കർത്താവിന് വേണ്ടി അർപ്പിക്കുകയായിരുന്നു. രോഗിയായിരുന്ന ഭാര്യ പറഞ്ഞു,
കർത്താവിനേക്കാൾ അധികമായി മറ്റാരെയും സ്നേഹിക്കരുത്. നീ ആഫ്രിക്കയിലേക്ക് പോകുക എന്ന് പറഞ്ഞപ്പോൾ സിറ്റി സ്റ്റഡ് പോയതുപോലെ ഇതൊക്കെ പറയുവാൻ സാധിക്കുമെന്നല്ലാതെ പ്രവൃത്തി തലത്തിൽ കൊണ്ടുവരുവാൻ എനിക്കും സാധിക്കില്ല. എന്നാൽ ഭക്തന്മാരുടെ ജീവിതം നമുക്കൊരു മാതൃകയാണ്. നമ്മുടെ ഏതൊരു ബന്ധത്തെക്കാളും വലുത് കർത്താവിന്റെ ശുശ്രൂഷ എന്നതാണ്. നമ്മുടെ ബന്ധങ്ങളൊന്നും ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റുന്നതിന് തടസ്സമാകരുത്. രണ്ടാമത്, പെട്ടെന്ന് 2 പോയിന്റ്സോടുള്ള പെട്ടെന്ന് പറഞ്ഞ് ഞാൻ നിർത്താം. നമ്മുടെ വികാരങ്ങൾ, അവർ ഇമോഷൻസ്, ഞാൻ, എനിക്ക് എന്ന ചിന്തകൾ മൂലം സ്വാർത്ഥ വികാരങ്ങൾ പലപ്പോഴും സ്വന്തം കാര്യങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകുമ്പോൾ നമുക്ക് നിരാശയും കണ്ണുനീരും ഉണ്ടാകും. ദൈവവചനം നമ്മോട് പറയുന്നത്, ഗലാത്യ ലേഖനം 5:6 പറയുന്നു, നാം ആത്മാവിനെ അനുസരിച്ച് ജീവിതം നയിക്കേണ്ടവരാണ്. ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരിക്കുന്ന വിശുദ്ധന്മാർ തങ്ങളെ തന്നെ ആത്മാവിന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയിലൂടെ ദൈവഹിതം അന്വേഷിച്ച് ജീവിതം നയിക്കണം. വികാരാവേശത്താൽ തീരുമാനങ്ങൾ എടുക്കുന്നവരാകരുത്. മൂന്നാമത്, നമ്മുടെ നിക്ഷേപങ്ങൾ, അവർ പൊസഷൻസ്, നമ്മുടെ ബന്ധങ്ങളാകട്ടെ, വികാരങ്ങളാകട്ടെ, നിക്ഷേപങ്ങൾ, ഇവയൊക്കെ ഒഴിഞ്ഞു പോകും. ഇവിടെ പറയുന്ന കാലം ചുരുങ്ങിയിരിക്കുന്നു. ലോകത്തിലെ നിക്ഷേപങ്ങൾ ഒന്നും ശാശ്വതമല്ല. നമുക്ക് ശാശ്വതമായത് പത്രോസ് എഴുതിയിട്ടുണ്ട്, അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്നത് രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. പലർക്കും കർത്താവിന്റെ വേല ചെയ്യുന്നതിന് തടസ്സം അവരുടെ നിക്ഷേപങ്ങളാണ്. ഓക്കെ, കൊരിന്ത്യർ ലേഖനത്തിൽ തുടർന്ന് 32 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. 32 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ പെട്ടെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. നിങ്ങൾ ചിന്താകുലമില്ലാത്തവരായിരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. വിവാഹം ചെയ്യാത്തവൻ കർത്താവിനെ ചിന്തിക്കുന്നു. വിവാഹം ചെയ്തവൻ ഭാര്യയെ എങ്ങനെ പ്രസാദിപ്പിക്കുമെന്ന് വെച്ച് ലോകത്തിനുള്ളത് ചിന്തിക്കുന്നു. അതുപോലെ ഭാര്യയായവൾക്കും കന്യകയ്ക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. വിവാഹം കഴിയാത്തവൾ ശരീരത്തിലും ആത്മാവിലും വിശുദ്ധയാകേണ്ടതിന് കർത്താവിനുള്ളത് ചിന്തിക്കുന്നു. വിവാഹം കഴിഞ്ഞവൾ ഭർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കുമെന്ന് വെച്ച് ലോകത്തിനുള്ളത് ചിന്തിക്കുന്നു. ഞാൻ ആവർത്തിച്ച് പറയുന്ന ഒരു പദപ്രയോഗമാണ് പ്രസാദിപ്പിക്കുക അഥവാ പ്ലീസ് ചെയ്യുക എന്നുള്ളത്. നമുക്ക് നമ്മുടെ ജീവിത പങ്കാളിയെ ശുശ്രൂഷിക്കുക എന്ന ഉത്തരവാദിത്വം നമ്മൾ നിവർത്തിക്കണം. പ്രസാദിപ്പിക്കുക എന്നാൽ ആരെ ശുശ്രൂഷിക്കുന്നു ആ വ്യക്തിയുടെ ആഗ്രഹങ്ങൾക്ക്, താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതാണ്. എന്നാൽ ഇവിടെ പറയുന്ന ഒരു കാര്യം, തന്റെ പങ്കാളിക്ക് ശുശ്രൂഷ ചെയ്യുന്നതിനേക്കാൾ പങ്കാളിയാൽ ശുശ്രൂഷിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നത് മൂലം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ശുശ്രൂഷിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർക്ക് തങ്ങളുടെ സ്വാർത്ഥമായ പ്രതീക്ഷകളും അവകാശങ്ങളും സംബന്ധിച്ചുള്ള ചിന്തകളാണുള്ളത്. ഇവിടെ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം, കർത്താവിനെ പ്രസാദിപ്പിക്കുക. കർത്താവിനെ പ്രസാദിപ്പിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ പരമപ്രധാനമായ ലക്ഷ്യം. മുമ്പേ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, കർത്താവിനെ പ്രസാദിപ്പിക്കുക. പറയുന്ന, നിങ്ങൾ വിവാഹിതനായിരിക്കുന്നുവോ? നന്ന്, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്നാൽ വിവാഹ ജീവിതത്തിൽ സമ്മർദ്ദങ്ങൾ, കഷ്ടതകൾ ഉണ്ടായിരിക്കും. ക്ലിപ്സിസ്. നിങ്ങളുടെ സമ്പത്തിലും സമയത്തിലും സകല കാര്യങ്ങളിലും ഗണ്യമായ ഭാഗം നിങ്ങളുടെ പങ്കാളിയെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ഉള്ളതാകുന്നു. എന്നാൽ അപ്പോൾ തന്നെ കർത്താവിനെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ് ആത്യന്തികമായ നിങ്ങളുടെ ലക്ഷ്യമെന്ന് മറന്നു പോകരുത്.
ഇവിടെ ഈ ലേഖനത്തിൽ ആവർത്തിച്ച പൗലോസ് പറയുന്ന 2 വാക്കുകളാണ് നന്ന്, ഏറെ നന്ന്. 7-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവം കൃപാവരം നൽകിയിട്ടുള്ളവർ വിവാഹം കഴിക്കേണ്ടതില്ല. ജിതേന്ദ്രിയത്വമില്ലെങ്കിൽ വിവാഹം കഴിക്കുന്നതാകും നന്ന്. കഴിക്കാതിരിക്കുന്നത് ഏറെ നന്നാണ്, പക്ഷെ ജിതേന്ദ്രിയത്വമില്ലെങ്കിൽ കഴിക്കുന്നതാണ് നന്ന്. വിവാഹത്തെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആവേശത്താലോ എടുത്തുചാട്ടത്താലോ ഒന്നും ചെയ്യാതെ ദൈവാലോചന ചോദിച്ച് തനിക്ക് അതിനുള്ള കൃപാവരമുണ്ടെന്ന് ഉറപ്പിച്ചു മാത്രം തീരുമാനങ്ങൾ എടുക്കണം. ചില സമൂഹങ്ങളിൽ പ്രീസ്ലി സിലബസിയൊക്കെ പഠിപ്പിക്കുകയും ആചരിക്കുകയും ചെയ്യുമ്പോൾ തന്നെ പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അഭയ കേസൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ് പത്രങ്ങളിലൊക്കെ. അതുപോലെ തന്നെ പെന്തക്കോസ്തിലെ തന്നെ ചില സമൂഹങ്ങൾ വിവാഹം വിലക്കുന്നവരുണ്ട്. പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ കൺമുൻപിൽ കാണുന്ന സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് കൃപാവരം ലഭിച്ചിട്ടുള്ളവർ ഓക്കെ, എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപ എന്താണെന്നുള്ളത് ദൈവത്തോട് ആലോചന ചോദിക്കുക. ദൈവഹിതം എന്താകുന്നു, മറ്റുള്ളവരെ അനുകരിക്കാതെ ആ ദൈവഹിത പ്രകാരം മുന്നോട്ട് പോവുക. അതാണ് വിവാഹജീവിതത്തെ കുറിച്ച് പൗലോസ് കൺക്ലൂഡ് ചെയ്യുന്നത്. 7-ാം അധ്യായം ഇവിടെ ചുരുക്കിയാണ്. ദൈവം എല്ലാവരോടും കൂടെ ഇരിക്കട്ടെ. ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സിസ്റ്റർ മിനി ജോർജ് പ്രാർത്ഥിച്ചാണ്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ദൈവമേ, ഞങ്ങൾക്ക് ഒരു ദിവസം കൂടി ദൈവമേ അങ്ങയുടെ പാദപീഠത്തിൽ വന്നിരുന്ന അങ്ങയുടെ വചനം ശ്രവിക്കുവാനും അല്ല അങ്ങയുടെ ദാസനിൽ കൂടി കൊരിന്ത്യ ലേഖനത്തിന്റെ പൊരുൾ മനസ്സിലാക്കുവാനും സാധിച്ചതിനായി ദൈവമേ അങ്ങേ